classical synchronization problems. അതിലെ ഫസ്റ്റ് വൺ എന്ന് പറയുന്ന പ്രൊഡ്യൂസർ കൺസ്യൂമർ പ്രോബ്ലം അല്ലെങ്കിൽ ബൗണ്ടഡ് ബഫർ പ്രോബ്ലം. Then second one is readers writers and third one is dining philosophies problem. Okay, ആദ്യത്തെ പ്രൊഡ്യൂസർ കൺസ്യൂമർ പ്രോബ്ലം നമ്മൾ പറഞ്ഞില്ലായിരുന്നു. അതായത് പ്രൊഡ്യൂസർ കൺസ്യൂമർ ഓർ ബൗണ്ടഡ് ബഫർ പ്രോബ്ലം പറയുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഐറ്റംസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന പ്രോസസ്സാണ് പ്രൊഡ്യൂസർ എന്ന് പറയുന്നത്, ഐറ്റം കൺസ്യൂം ചെയ്യുന്നതാണ് കൺസ്യൂമർ. അപ്പം എന്താണ് അവിടെ ഇൻകൺസിസ്റ്റൻസി ഉണ്ടാവാതിരിക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ അതിന് വേണ്ടിയിട്ട് സെമാഫോർ വെച്ചിട്ടാണ് നമ്മൾ ഈ സിൻക്രണൈസേഷൻ പ്രോബ്ലം സോൾവ് ചെയ്തിരിക്കുന്നത്. അവിടെ നമ്മൾ യൂസ് ചെയ്യുന്നത് ഏതൊക്കെ സെമാഫോർ ആയിരുന്നു? 3 സെമാഫോർ ആയിരുന്നു ഉണ്ടായിരുന്നത്. ഒന്ന് മ്യൂട്ടക്സ് എന്ന് പറയുന്ന ഒരു ബൈനറി സെമാഫോറും പിന്നെ empty ഫുൾ എന്ന് പറയുന്ന 2 കൗണ്ടിങ് സെമാഫോഴ്സും. ഓക്കെ, അതായത് ഫസ്റ്റ് ഇനീഷ്യലി empty എന്ന് പറയുന്നത് എന്താണ്? അതായത് ആ ബഫർ എന്ന് പറയുന്ന ബഫറിനകത്ത് ഫുൾ സ്പേസസ് എങ്ങനെയാണ്? empty ആണ്. അതായത് n സ്ലോട്ട് ഉണ്ടെങ്കിൽ n, അതാണ് empty എന്ന് പറയുന്നത്. സെക്കൻഡ് സെമാഫോർ ഫുൾ എന്ന് പറയുന്നത് എന്താണ്? ഇനീഷ്യലി 0 ആണ്. ദാറ്റ് മീൻസ് ആ ബഫർ എന്താണ്? ഫുള്ള്, അതായത് ഫുള്ള് 0, അതായത് empty ആണെന്നുള്ളത്, അതായത് ഒന്നും ഇല്ല എന്നുള്ളതിനനുസരിച്ചാണ് ഫുള്ള്. അതായത് ഒരു ഐറ്റം ഫുൾ ആകുമ്പോൾ ഫുള്ളിന്റെ വാല്യൂ 1, 2 ഐറ്റം ആകുമ്പോൾ ഫുള്ള് 2, അങ്ങനെയാണ് വരിക. അപ്പൊ അങ്ങനെ 2 കൗണ്ടിങ് സെമാഫോഴ്സും ഒരു ബൈനറി സെമാഫോർ യൂസ് ചെയ്തിട്ടാണ് പ്രൊഡ്യൂസർ കൺസ്യൂമർ പ്രോബ്ലത്തിനെ സോൾവ് ചെയ്തിരിക്കുന്നത്. അപ്പൊ അത് നമ്മൾ ഈ ഇതായിരുന്നു പ്രൊഡ്യൂസറിന്റെയും കൺസ്യൂമറിന്റെയും പ്രോസസ്സ്. ഇതും പറഞ്ഞാണെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഓക്കെ, ഫസ്റ്റ് എന്താണ്? empty എന്ന് പറയുന്നത് n ആണ്. ഓക്കെ, അപ്പം പ്രൊഡ്യൂസർ പ്രോസസ്സിന്റെ കേസിനകത്ത് എന്താണ്? ഐറ്റം പ്രൊഡ്യൂസ് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം? ആദ്യമേ എന്താണ്? empty എന്ന് പറയുന്നത് എന്ത് ചെയ്യുക? വെയിറ്റ്, അതായത് empty n ആണെങ്കിൽ അത് എന്താണ്? 1 കുറയും. അതിനുശേഷം എന്താണ്? മ്യൂട്ടക്സ് എന്ന് പറയുന്ന ലോക്കിനെ അക്വയർ ചെയ്തിട്ട് എന്ത് ചെയ്യും? ഡേറ്റ ബഫറിനകത്തേക്ക് ആഡ് ചെയ്യും. ബഫറിനകത്തേക്ക് ഡേറ്റ ആഡ് ചെയ്തതിനു ശേഷം മ്യൂട്ടക്സ് എന്ന് പറയുന്ന ലോക്കിനെ റിലീസ് ചെയ്യും. ദെൻ ഫുൾ എന്ന് പറയുന്ന ബൈനറി കൗണ്ടിങ് സെമാഫോർ എന്ത് ചെയ്യും? 1 ഇൻക്രിമെന്റ് ചെയ്യും. ഓക്കെ, അതായത് ഒരു ഐറ്റം അതിനകത്തേക്ക് ആഡ് ചെയ്തു, അതുകൊണ്ട് ഫുള്ളിന്റെ വാല്യൂ 1 ആണ്. ഒരു ഐറ്റം നമ്മൾ എന്താണ്? ആ empty സ്ലോട്ടിനകത്ത് 1 എന്താണ്? ഫില്ലായി, അതുകൊണ്ട് empty എന്ന് പറയുന്നത് n-1 ആകും. ഇനി കൺസ്യൂമർ പ്രോസസ്സിന്റെ കേസിലാണെന്നുണ്ടെങ്കിലോ, ഫസ്റ്റ് ഇനീഷ്യലി എന്താണ്? ഫുൾ എന്ന് പറയുന്നത് 0 ആണല്ലോ. ഫുൾ എന്ന് പറയുന്നത് എന്താണ്? 1. അതായത് കൺസ്യൂമർ കൺസ്യൂം ചെയ്യുമ്പോൾ ആ ബഫറിൽ നിന്നും ആ എന്താണ് ഐറ്റം പോവുകയല്ലേ ചെയ്യുന്നത്. കൺസ്യൂമറിന്റെ കേസിനകത്ത് ബഫറിനകത്തുള്ള ഒരു ഐറ്റം ആണ് എന്ത് ചെയ്യുന്നത്? എടുക്കുന്നത്. ഓക്കെ, അപ്പൊ എന്താണ്? ബഫറിന്റെ സൈസ് എന്ത് ചെയ്യണം? 1 കുറയണം. അതാണ് വെയിറ്റ് ഫുള്ള് ചെയ്യുന്നത്. പിന്നെ ലോക്ക് അക്വയർ ചെയ്തിട്ട് ഐറ്റം ബഫറിൽ നിന്ന് എടുക്കും. ദെൻ എന്ത് ചെയ്തു? മ്യൂട്ടക്സ് എന്ന് പറയുന്നതിന് എന്ത് ചെയ്തു? റിലീസ് ചെയ്തു. ദെൻ empty എന്ന് പറയുന്നത് എന്താണ്? 1 ഇൻക്രിമെന്റ് ചെയ്തു. ഓക്കെ, ഇത് പ്രൊഡ്യൂസർ കൺസ്യൂമർ പ്രോബ്ലം സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്തിരിക്കുന്ന സെമാഫോർ ആണ്. ഏതൊക്കെ സെമാഫോർ ആണ്? 2 കൗണ്ടിങ് സെമാഫോറും ഒരു ബൈനറി സെമാഫോറും യൂസ് ചെയ്തിട്ടാണ് സോൾവ് ചെയ്തിരിക്കുന്നത്. അത് കഴിഞ്ഞ ദിവസത്തെ ക്ലാസ്സിൽ പറഞ്ഞാണ്, അതാണ് ഞാൻ കുറച്ച് സ്പീഡിൽ പറഞ്ഞു പോയത് കേട്ടോ. ഓക്കെ, ദെൻ സെക്കൻഡ് പ്രോബ്ലം ഈസ് റീഡേഴ്സ് റൈറ്റേഴ്സ് പ്രോബ്ലം. ഓക്കെ, റീഡേഴ്സ് റൈറ്റേഴ്സ് പ്രോബ്ലം എന്ന് പറയുന്നതും ഒരു ക്ലാസിക്കൽ സിൻക്രണൈസേഷൻ പ്രോബ്ലം ആണ്. ഓക്കെ, ക്ലാസിക്കൽ പ്രോബ്ലം സിൻക്രണൈസേഷന്റെ ഒരു പർട്ടിക്കുലർ പ്രോബ്ലം ആയിട്ട് പറയുന്നതാണ് റീഡേഴ്സ് റൈറ്റേഴ്സ് പ്രോബ്ലം. ഓക്കെ, ആ പേരിൽ നിന്ന് തന്നെ റീഡർ, അതായത് കുറച്ച് പ്രോസസ്സ് റീഡർ പ്രോസസ്സുകൾ ഉണ്ടാവും, കുറച്ച് പ്രോസസ്സ് റൈറ്റർ പ്രോസസ്സ് ഉണ്ടാവും. ഇത് രണ്ടും കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്നത് ഒരു കോമൺ ഡേറ്റാബേസ് ആണ് ഷെയർ ചെയ്യുന്നത് ഇവ തമ്മിൽ. അതായത് ഈ റീഡേഴ്സ് പ്രോസസ്സും റൈറ്റേഴ്സ് പ്രോസസ്സും എന്താണ്? കോമൺ ആയിട്ടുള്ള ഒരു ഡേറ്റാബേസ് ആണ് ഷെയർ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ എന്തൊക്കെയായിരിക്കും അവിടെ പ്രോബ്ലം ആയിട്ട് പറയുന്നത്? എന്തുകൊണ്ടായിരിക്കും റീഡേഴ്സ് റൈറ്റേഴ്സ് ഒരു പ്രോബ്ലം ആയിട്ട് പറയാനുള്ള കാരണം? എന്താന്ന് പറയാൻ പറ്റും? കോമൺ ഡേറ്റാബേസ് ആണ് യൂസ് ചെയ്യുന്നത്. അപ്പൊ അവിടുത്തെ പ്രോബ്ലം എന്തായിരിക്കും? What is the problem statement? Race condition ആണ്. പറഞ്ഞോ. സെയിം ടൈമില് റൈറ്റ് ചെയ്ത് റീഡ് ചെയ്യുന്ന പ്രോബ്ലം ആണോ? റേസ് കണ്ടീഷൻ എന്ന് പറഞ്ഞാല് റേസ് കണ്ടീഷൻ അതുമായിട്ട് റിലേറ്റഡ് ആണ്. അതായത് ഇപ്പൊ ഞാൻ ചോദിക്കട്ടെ, ഇപ്പൊ P1 P2 എന്ന് പറയുന്ന 2 പ്രോസസ്സ്, ഈ P1ഉം റീഡ് ചെയ്യുന്ന പ്രോസസ്സാണ്, P2ഉം റീഡ് ചെയ്യുന്ന പ്രോസസ്സാണ്. അങ്ങനെയാണെങ്കിൽ ഈ P1ഉം P2ഉം ഈ കോമൺ ഡേറ്റാബേസ് അറ്റ് എ ടൈമിൽ ആക്സസ് ചെയ്യുന്നതിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ചാൻസ് ഇല്ല. ഇല്ല. അപ്പൊ 2 പ്രോസസ് എന്ന് പറയുന്ന റീഡ് ചെയ്യുന്ന ഓപ്പറേഷൻ ആണെങ്കിൽ അവിടെ പ്രോബ്ലം ഒന്നും ഉണ്ടാവത്തില്ല. ഇനി ഈ P1 P2വിനകത്ത് ഒരു പ്രോസസ്സ് റൈറ്റർ ആണെന്ന് വിചാരിക്കാം, അവിടെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ചാൻസ് ഉണ്ട്. പ്രശ്നം ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. അത് തന്നെയാണ് റീഡേഴ്സ് റൈറ്റേഴ്സ് പ്രോബ്ലം പറയുന്നത്. ഓക്കെ,
വായിച്ചു നോക്കാം. എ ഡേറ്റാബേസ് ഈസ് ഷെയർഡ് എമംഗ് നമ്പർ ഓഫ് കൺകറന്റ് പ്രോസസ്. കൺകറന്റ് പ്രോസസ് എന്ന് പറഞ്ഞാൽ എന്താ? കൺകറന്റ് പ്രോസസ് എന്ന് പറഞ്ഞാൽ എന്താ? അറ്റ് എ ടൈം സൈമൾട്ടേനിയസ്ലി എക്സിക്യൂട്ട് ചെയ്യുന്ന കുറെ പ്രോസസ്സ് ഒരു ഡേറ്റാബേസ് ഷെയർ ചെയ്യാം. ഓക്കെ, അപ്പൊ സം ഓഫ് ദീസ് പ്രോസസ് മേ വാണ്ട് ഓൺലി ടു റീഡ്. അപ്പൊ അതിനകത്ത് കുറെ പ്രോസസ്സ് ഓൺലി റീഡ് ചെയ്യാൻ വേണ്ടി മാത്രമാണ് യൂസ് ചെയ്യുന്നത്. ഡേറ്റാബേസിനെ റീഡ് ചെയ്യുന്നുള്ളൂ. അതിന് നമ്മൾ എന്തെന്ന് പറയും? റീഡർ പ്രോസസ് എന്ന് പറയും. ഓക്കെ, ചില പ്രോസസ്സ് വേറസ് അതേഴ്സ് മേ വാണ്ട് ടു അപ്ഡേറ്റ്. ചില പ്രോസസ്സുകൾ എന്ത് ചെയ്യും? ആ ഡേറ്റാബേസിനകത്ത് അപ്ഡേറ്റ് ചെയ്യും. ഓക്കെ, ആ പ്രോസസ്സിനെയാണ് നമ്മൾ എന്തെന്ന് പറയാം? റൈറ്റർ പ്രോസസ് എന്ന് പറയാം. ഓക്കെ, അപ്പൊ രണ്ട് പ്രോസസ്സ്, റീഡറും റൈറ്ററും. റീഡർ എന്ന് പറഞ്ഞാൽ ഡേറ്റാബേസിനകത്ത് നിന്ന് റീഡ് ചെയ്യുന്ന ഓപ്പറേഷൻ ചെയ്യുന്ന പ്രോസസ്സ്. ഓക്കെ, ഡേറ്റാബേസിനകത്ത് അപ്ഡേറ്റ് ചെയ്യുകയോ റൈറ്റ് ചെയ്യുകയോ ചെയ്യുന്ന ഓപ്പറേഷൻ ആണ് എന്തെന്ന് പറയുന്നത്? റൈറ്റർ പ്രോസസ്. ഓക്കെ, ഇങ്ങനെ രണ്ട് പ്രോസസ്സും ഏതിനകത്തുണ്ട്? കൺകറന്റ് പ്രോസസ്സിനകത്തുണ്ട്. ഇനി വാട്ട് ഇസ് ദ പ്രോബ്ലം സ്റ്റേറ്റ്മെന്റ്? ഇഫ് ടു റീഡേഴ്സ് ആക്സസ് ദ ഷെയർഡ് ഡേറ്റ സൈമൾട്ടേനിയസ്ലി. ഇപ്പൊ രണ്ട് റീഡർ പ്രോസസ്സ് അറ്റ് എ ടൈം ഷെയർഡ് ഡേറ്റനെ ആക്സസ് ചെയ്താൽ നോ അഡ്വേഴ്സ് ഇഫക്ട്സ് വിൽ റിസൾട്ട്. ഓക്കെ, പ്രത്യേകിച്ച് അവിടെ വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവാനുള്ള ചാൻസ് ഇല്ല. ഓക്കെ, ബട്ട് ഇഫ് എ റൈറ്റർ ആൻഡ് സം അതർ ത്രെഡ്, ഓക്കെ, ബട്ട് ഇതിനകത്ത് ഏതെങ്കിലും ഒരെണ്ണം റൈറ്റർ പ്രോസസ്സും ബാക്കിയുള്ള പ്രോസസ്സ് റീഡറോ റൈറ്ററോ ഏതായാലും, ഓക്കെ, വൺ ഈസ് റൈറ്റർ ആൻഡ് അനദർ വൺ എന്ന് പറയുന്നത് റീഡറോ റൈറ്ററോ, രണ്ടാണെങ്കിലും എന്താണ്? അവിടെ പ്രോബ്ലം ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. ഓക്കെ ആണോ? രണ്ട് പ്രോസസ്സ് എന്ന് പറയുന്നത് രണ്ടും റീഡർ ആണെങ്കിൽ അവിടെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവാനുള്ള ചാൻസ് ഇല്ല. ബട്ട് ഒരു പ്രോസസ്സ് റൈറ്റർ ആണ്. ഓക്കെ, അപ്പൊ മറ്റേ പ്രോസസ്സ് റീഡർ ആയാലും പ്രശ്നമാണ്, റൈറ്റർ ആയാലും പ്രശ്നമാണ്. ഓക്കെ, അതാണ് സെക്കൻഡ് പോയിന്റ് പറയുന്നത്. ബട്ട് ഇഫ് എ റൈറ്റർ ആൻഡ് സം അതർ ത്രെഡ് ആക്സസ് ദ ഡേറ്റാബേസ് സൈമൾട്ടേനിയസ്ലി പ്രോബ്ലം മേ എൻഷുർ. ഓക്കെ, പ്രോബ്ലം ഉണ്ടാവാനുള്ള ചാൻസ്. only one single writer can access the shared data at the same time. അതായത് നമുക്ക് ഇങ്ങനെ പറയാൻ വേണ്ടി പറ്റും. അങ്ങനെയാണ് അറ്റ് ദ സെയിം ടൈമില്, അതായത് സൈമൾട്ടേനിയസ്ലി ചെയ്യുന്ന പ്രോസസ്സിനകത്ത് ഒരെണ്ണം റൈറ്റർ ആണെന്നുണ്ടെങ്കിൽ ആ ഡേറ്റ ഷെയർ ചെയ്യുന്നത് എന്തായിരിക്കും? പ്രശ്നത്തിലാവാനുള്ള ചാൻസ് ഉണ്ട്. ഓക്കെ, ടു എൻഷുർ ദാറ്റ് ദീസ് ഡിഫിക്കൽട്ടീസ് ഡു നോട്ട് അറൈസ്. ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവാതിരിക്കണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റണം? ഈ ഒരു പ്രോബ്ലത്തിനെ നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റണം. ഈ പ്രോബ്ലത്തിനെയാണ് നമ്മൾ എന്തായിട്ട് പറയുന്നത്? റീഡേഴ്സ് റൈറ്റേഴ്സ് പ്രോബ്ലം എന്ന് പറയുന്ന പേരിൽ അറിയപ്പെടുന്നത്. ഓക്കെ, അപ്പം എന്താണ് റീഡേഴ്സ് റൈറ്റേഴ്സ് പ്രോബ്ലം എന്ന് മനസ്സിലായോ? അതായത് കൺകറന്റ് പ്രോസസ് എക്സിക്യൂഷനകത്ത് കുറച്ച് ചില പ്രോസസ്സുകൾ റീഡർ പ്രോസസ്സുകളായിരിക്കാം, ചില പ്രോസസ്സുകൾ എന്തായിരിക്കാം? റൈറ്റർ പ്രോസസ്സുകളായിരിക്കാം. ഓക്കെ, അപ്പൊ റീഡേഴ്സ് പ്രോസസ് ആണ് ഇപ്പോ വർക്ക് ചെയ്യുന്നതെങ്കിൽ ഒരു പുതിയൊരു റീഡർ പ്രോസസ്സ് വന്നു കഴിഞ്ഞാൽ അവിടെ വേറെ പ്രശ്നമൊന്നുമില്ല. ഓക്കെ, ബട്ട് വരുന്ന ഏതെങ്കിലും ഒരു പ്രോസസ്സ്, അതായത് രണ്ടെണ്ണം എക്സിക്യൂട്ട് ചെയ്തതിനകത്ത് ഏതെങ്കിലും ഒന്ന് റൈറ്റർ ആണെങ്കിൽ മറ്റത് റീഡർ ആയാലും റൈറ്റർ ആയാലും പ്രശ്നമാണ്. ഓക്കെ, അത് ഇവിടെ ഒരു 3 ഫിഗറിൽ കാണിച്ചിരിക്കുന്നുണ്ട്. ഫിഗർ എന്താണെന്ന് മനസ്സിലായോ? അതായത് ഈ ഗ്രീൻ കളറിന്റെ ഉള്ളിൽ കാണിച്ചിരിക്കുന്ന മഞ്ഞ ഡേറ്റാബേസ് ആണ്. ആ ഡേറ്റാബേസിനകത്ത് റീഡർ 1, റീഡർ 2, റീഡർ 3 ഈ 3 പ്രോസസ്സ് യൂസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, കൺകറന്റ്ലി യൂസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവിടെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? അവിടെ പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നുമില്ല. ഓക്കെ, അതായത് ഡേറ്റാബേസ് കുറെ റീഡർ പ്രോസസ്സ് ഷെയർ ചെയ്യാണ്, അവിടെ പ്രശ്നമൊന്നുമില്ല. ഇനി ഇതിന്റെ വെളിയിൽ കാണിച്ചിരിക്കുന്ന റീഡർ ഫോർ റൈറ്റർ 1 എന്ന് കണ്ടോ? അവിടെ റീഡർ പ്രോസസ്സ്, അതായത് 4ാമത്തെ റീഡർ പ്രോസസ്സ് വന്നു. 4ാമത്തെ റീഡർ പ്രോസസ്സ് വന്നു കഴിഞ്ഞാലും അവിടെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഉണ്ടോ? റീഡർ 1ഉം റീഡർ 2ഉം റീഡർ 3ഉം 3 പ്രോസസ്സും ഡേറ്റാബേസിനെ യൂസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് ഏത് പ്രോസസ്സ് വന്നു? 4ാമത്തെ റീഡർ പ്രോസസ്സ് വന്നു. അവിടെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഇല്ല, പ്രശ്നമൊന്നുമില്ല. ഓക്കെ, റീഡേഴ്സിനെ ക്യാൻ എൻ്റർ ചെയ്യാൻ പറ്റും. ഓക്കെ, അതേസമയം അവിടെ 3 റീഡർ പ്രോസസ്സ് ഇരിക്കുന്ന ടൈമിൽ ഒരു റൈറ്റർ പ്രോസസ്സ് വന്നാലോ? റൈറ്ററിന് റൈറ്റ് ചെയ്യാൻ പറ്റുമോ? അപ്പോൾ അവിടെ എന്ത് പ്രശ്നം ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്? ഈ പറയുന്ന റേസ് കണ്ടീഷൻ സിൻക്രണൈസേഷൻ പ്രോബ്ലം ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. ഓക്കെ, റൈറ്ററിന് എന്ത് ചെയ്യാൻ പറ്റത്തില്ല? എൻ്റർ ചെയ്യാൻ വേണ്ടി പറ്റത്തില്ല. ഓക്കെ, അതായത് ഒരു ഡേറ്റാബേസ് യൂസ് ചെയ്യുന്ന റീഡർ പ്രോസസ് ആണെങ്കിൽ പിന്നെ എത്ര റീഡർ പ്രോസസ്സിന് വേണമെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും? ക്രിട്ടിക്കൽ സെക്ഷനിലേക്ക് കയറ്റാൻ വേണ്ടി പറ്റും. പക്ഷേ ഒരു റൈറ്റർ പ്രോസസ് ആണ് വരുന്നതെങ്കിൽ റൈറ്ററിന്റെ ക്രിട്ടിക്കൽ സെക്ഷനിൽ കയറാൻ വേണ്ടി പറ്റത്തില്ല. ഓക്കെ ആണോ? ആദ്യത്തെ ഫിഗർ മനസ്സിലായോ? ആദ്യത്തെ ഫിഗർ മനസ്സിലായോ? അതായത് ഡേറ്റാബേസ് എന്ന് പറയുന്നത് എന്താണ്? കോമൺ ഷെയർഡ് ഡേറ്റ ആണല്ലോ നമ്മൾ ക്രിട്ടിക്കൽ സെക്ഷൻ എന്ന് പറയാം, ആണോ അല്ലയോ? ഷെയർഡ് ഡേറ്റ അപ്ഡേറ്റ് ചെയ്യുന്നതിനാണല്ലോ നമ്മൾ ക്രിട്ടിക്കൽ സെക്ഷൻ എന്ന് പറയാം, അല്ലെ? അപ്പം
ഈ ഡേറ്റാബേസ് റീഡർ 1ഉം റീഡർ 2ഉം റീഡർ 3 യൂസ് ചെയ്യാം. 3 പ്രോസസ്സും എന്താണ് കൺകറന്റ്ലി യൂസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവിടെ പ്രശ്നങ്ങളൊന്നുമില്ല. അതായത് ആ 3 പ്രോസസ്സും ക്രിട്ടിക്കൽ സെക്ഷനിലാണ്. അതായത് അറ്റ് എ ടൈമിൽ എത്ര റീഡർ പ്രോസസ്സിന് വേണമെങ്കിലും ക്രിട്ടിക്കൽ സെക്ഷനിൽ കയറാം. ആ പോയിന്റ് കിട്ടിയല്ലോ അല്ലെ? അറ്റ് എ ടൈമിൽ എത്ര റീഡർ പ്രോസസ്സിന് വേണമെങ്കിലും ക്രിട്ടിക്കൽ സെക്ഷനിൽ കയറാം. ഓക്കെ, ഇനി 3 റീഡർ പ്രോസസ്സ് ക്രിട്ടിക്കൽ സെക്ഷനിൽ ഇരിക്കുമ്പോഴും പുതിയൊരു റീഡർ പ്രോസസ്സ് വന്നു കഴിഞ്ഞാൽ ആ റീഡർ പ്രോസസ്സിന് എന്ത് ചെയ്യാൻ പറ്റും? ക്രിട്ടിക്കൽ സെക്ഷനിൽ കയറാൻ വേണ്ടി പറ്റും. ഓക്കെ, ബട്ട് ഒരു റൈറ്റർ പ്രോസസ് ആണ് വരുന്നതെങ്കിൽ റൈറ്ററിന് ക്രിട്ടിക്കൽ സെക്ഷനിൽ കയറാൻ വേണ്ടി പറ്റുമോ? ഇല്ല. ഓക്കെ, അതാണ് ഒന്നാമത്തെ ഫിഗർ പറയുന്നത്. ഇനി രണ്ടാമത്തെ ഫിഗറിലോട്ട് നോക്കാം. രണ്ടാമത്തെ ഫിഗറിനകത്ത് ആ ഡേറ്റാബേസിനെ ആരും യൂസ് ചെയ്യുന്നില്ല. ഓക്കെ, എന്താണ്? ആരും യൂസ് ചെയ്യുന്നില്ല. ഓക്കെ, അപ്പോ എന്താണ്? റീഡർ 4 എന്ന് പറയുന്ന പ്രോസസ്സ് വരാണ്. റീഡർ 4ന് കയറാൻ വേണ്ടി പറ്റൂലേ? കയറാൻ വേണ്ടി പറ്റും. അത് ആരും യൂസ് ചെയ്യുന്നില്ലല്ലോ. അപ്പൊ റീഡർ 4ന് കയറാൻ വേണ്ടി പറ്റും. അത് യൂസ് ചെയ്യുന്നില്ലാത്ത സമയത്ത് റൈറ്റർ 1 വന്നാൽ റൈറ്ററിന് കയറാൻ പറ്റൂലേ? കയറാൻ പറ്റും. ആരും യൂസ് ചെയ്യുന്നില്ല. ക്രിട്ടിക്കൽ സെക്ഷനിൽ ആരും ഇല്ല. ക്രിട്ടിക്കൽ സെക്ഷനിൽ ആരും ഇല്ലാത്ത ഒരു സിറ്റുവേഷനിൽ റീഡർ വന്നാലും ക്രിട്ടിക്കൽ സെക്ഷനിൽ കയറാൻ പറ്റും, റൈറ്റർ വന്നാലും ക്രിട്ടിക്കൽ സെക്ഷനിൽ കയറാൻ വേണ്ടി പറ്റും. അതാണ് രണ്ടാമത്തെ ഫിഗർ പറയുന്നത്. മനസ്സിലായോ? രണ്ടാമത്തെ ഫിഗർ മനസ്സിലായോ? ഓക്കെ, ഇനി തേർഡ് ഫിഗർ പറയുന്നത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ റൈറ്റർ എന്ന് പറയുന്ന ഡേറ്റാബേസിനെ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. റൈറ്റർ പ്രോസസ്സ് ഡേറ്റാബേസിനെ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. മൂന്നാമത്തെ ഫിഗർ ആണ് പറയുന്നത്. റൈറ്റർ പ്രോസസ്സർ ഡേറ്റാബേസിനെ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു റീഡർ പ്രോസസ്സ് വന്നാൽ ക്രിട്ടിക്കൽ സെക്ഷനിൽ കയറാൻ പറ്റുമോ ഇല്ലയോ? റീഡറിന് കയറാൻ പറ്റുമോ? ഇല്ല. റൈറ്ററിന് കയറാൻ പറ്റുമോ? ഇല്ല. ഈ 3 സിനാരിയോ നമ്മൾ മനസ്സിലാക്കണം. അതായത് അറ്റ് എ ടൈമില് എത്ര റീഡർ പ്രോസസ്സിന് വേണമെങ്കിലും ക്രിട്ടിക്കൽ സെക്ഷനിൽ കയറാം. അതാണ് ഒന്നാമത്തെ ഫിഗർ പറയുന്നത്. അറ്റ് എ ടൈമില് എത്ര റീഡർ പ്രോസസ്സിന് വേണമെങ്കിലും ക്രിട്ടിക്കൽ സെക്ഷനിൽ കയറാം. ഇപ്പൊ 10 റീഡർ പ്രോസസ്സ് ക്രിട്ടിക്കൽ സെക്ഷനിൽ വർക്ക് ചെയ്യുമ്പോഴും പുതിയൊരു റീഡർ പ്രോസസ് ആണ് വരുന്നതെങ്കിൽ there is no issue. അതിന് ക്രിട്ടിക്കൽ സെക്ഷനിൽ കയറാൻ വേണ്ടി പറ്റും. ആ സമയത്ത് ഒരു റൈറ്റർ പ്രോസസ് ആണ് വരുന്നതെങ്കിൽ റൈറ്റർ പ്രോസസ്സിന് ക്രിട്ടിക്കൽ സെക്ഷനിൽ കയറാൻ പറ്റത്തില്ല. അതാണ് ഒന്നാമത്തെ ഫിഗർ. രണ്ടാമത്തെ ഫിഗർ എന്താണ്? നോ വൺ ഈസ് ആക്സസിങ് ദ ഡേറ്റാബേസ്. ആരും ഡേറ്റാബേസിന് ഇപ്പൊ ആക്സസ് ചെയ്യുന്നില്ല. അതായത് ഒരു പ്രോസസ്സും ക്രിട്ടിക്കൽ സെക്ഷനിൽ ഇപ്പോ ഇല്ല. ഓക്കെ, ആ സമയത്ത് വരുന്ന പ്രോസസ്സ് റീഡർ ആണെങ്കിൽ റീഡറിന് എന്ത് ചെയ്യാൻ പറ്റും? ക്രിട്ടിക്കൽ സെക്ഷനിൽ കയറാൻ വേണ്ടി പറ്റും. ഇനി ആരും ആക്സസ് ചെയ്യുന്നില്ലാത്ത സമയത്ത് വരുന്ന ഒരു റൈറ്റർ പ്രോസസ് ആണെങ്കിൽ റൈറ്ററിന് എന്ത് ചെയ്യാൻ പറ്റും? ക്രിട്ടിക്കൽ സെക്ഷനിൽ കയറാൻ വേണ്ടി പറ്റും. ഓക്കെ, അതാണ് രണ്ടാമത്തെ ഫിഗർ. മൂന്നാമത്തെ ഫിഗർ എന്താണ്? റൈറ്റർ പ്രോസസ് എന്ത് ചെയ്തുകൊണ്ടാണ്? ഡേറ്റാബേസിനെ യൂസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് ഒരു റീഡർ പ്രോസസ് വന്നു കഴിഞ്ഞാൽ റീഡറിന് ക്രിട്ടിക്കൽ സെക്ഷനിൽ കയറാൻ പറ്റുമോ? ഇല്ല. റൈറ്റർ ആണെങ്കിൽ വരുന്നെങ്കിൽ റൈറ്ററിന് കയറാൻ പറ്റുമോ? ഇല്ല. അതാണ് തേർഡ് ഫിഗർ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പം ഈ 3 സിനാരിയോനെയും ബേസ് ചെയ്തിട്ടാണ് അതിന്റെ സൊല്യൂഷൻ നമ്മൾ പഠിക്കാൻ വേണ്ടി പോകുന്നത്. 3 കണ്ടീഷൻ മനസ്സിലായോ? മനസ്സിലായെങ്കിൽ നമുക്ക് കോഡ് പെട്ടെന്ന് കിട്ടും. സൊല്യൂഷൻ. ഓക്കെ, അപ്പം ഇത് 3 സിനാരിയോനെ നമ്മൾ മനസ്സിൽ വെക്കുക. അത് വെച്ചുകൊണ്ട് നമ്മൾ സൊല്യൂഷനിലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് എളുപ്പമായിരിക്കും. അപ്പൊ ഇത് ഇംപ്ലിമെന്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ സെമാഫോർ ആണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇവിടെ നമ്മൾ 2 സെമാഫോർ യൂസ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഓക്കെ, 2 സെമാഫോർ. ഒരു സെമാഫോറിന്റെ പേര് മ്യൂട്ടക്സ്. ഓക്കെ, ഒരു സെമാഫോറിന്റെ പേര് എന്താണ്? മ്യൂട്ടക്സ്. അത് ഇനീഷ്യലി അതിന്റെ വാല്യൂ 1 ആണ്. രണ്ടാമത്തെ സെമാഫോറിന്റെ പേര് RW മ്യൂട്ടക്സ് എന്നാണ്. അതിന്റെ ഇനീഷ്യൽ വാല്യൂ എന്താണ്? 1 ആണ്. ഓക്കെ, ഈ RW മ്യൂട്ടക്സ് എന്ന് പറയുന്നത് റീഡറിനും റൈറ്ററിനും കോമൺ ആയിട്ടുള്ള ഒരു സെമാഫോർ ആണ്. ഓക്കെ, റീഡറിനും റൈറ്ററിനും കോമൺ ആയിട്ടുള്ള ഒരു സെമാഫോർ ആണ് എന്തെന്ന് പറയുന്നത്? RW മ്യൂട്ടക്സ്. ഓക്കെ, ദെൻ മ്യൂട്ടക്സ് എന്ന് പറയുന്നത് നമ്മുടെ സാധാ ലോക്ക് പോലെ തന്നെയാണ്. ദെൻ ഒരു ഇന്റീജർ വേരിയബിൾ യൂസ് ചെയ്യുന്നുണ്ട്, റീഡ് കൗണ്ട്. ഓക്കെ, അപ്പൊ ഒരു ഇന്റീജർ വേരിയബിളും 2 സെമാഫോറും വെച്ചിട്ടാണ് റീഡേഴ്സ് റൈറ്റേഴ്സ് പ്രോബ്ലം സോൾവ് ചെയ്യുന്നത്. ഓക്കെ ആണോ? എന്താണ്? ഒരു ഇന്റീജർ വേരിയബിളും 2 സെമാഫോറും. ഓക്കെ, ഒരു ഇന്റീജർ വേരിയബിളും 2 സെമാഫോറും വെച്ചിട്ടാണ് ഇത് ഇംപ്ലിമെന്റ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, ദെൻ ആദ്യത്തെ സെമാഫോർ എന്താണ്? മ്യൂട്ടക്സ്. അത് നമ്മുടെ ലോക്ക് എന്ന് പറയുന്ന പോലെ തന്നെ മ്യൂട്ടക്സ്. ദെൻ രണ്ടാമത്തെന്ന് പറഞ്ഞ RW മ്യൂട്ടക്സ്. ഇതെന്ന് പറയുന്നത് രണ്ടും യൂസ് ചെയ്യും. റീഡർ പ്രോസസ്സറും യൂസ് ചെയ്യും, റൈറ്റർ പ്രോസസ്സർ യൂസ് ചെയ്യുന്നതാണ് എന്തെന്ന് പറയുന്നത്? RW മ്യൂട്ടക്സ് എന്ന് പറയുന്ന സെമാഫോർ. ദെൻ മൂന്നാമത് ഒരു ഇന്റീജർ വേരിയബിൾ ഉണ്ട്. അതിന്റെ പേരെന്താണ്? റീഡ് കൗണ്ട്. ഇനീഷ്യലി അതിന്റെ വാല്യൂ എന്തായിരിക്കും? 0 ആയിരിക്കും. അത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കറന്റ്ലി ഒരു ഡേറ്റാബേസിനെ എത്ര റീഡർ പ്രോസസ്സർ യൂസ് ചെയ്യുന്നുണ്ട്, അതാണ് റീഡ് കൗണ്ട് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്.
ആ 3 കാര്യങ്ങൾ കിട്ടിയോ? 2 സെമാഫോർ ഉണ്ട്, 1 മ്യൂട്ടക്സ്, 2 RW മ്യൂട്ടക്സ്. ഓക്കെ, മൂന്നാമത്തത് ഒരു റീഡ് കൗണ്ട് എന്ന് പറയുന്ന ഇന്റീജർ വേരിയബിൾ. ഓക്കെ, മറ്റേ 2 മ്യൂട്ടക്സിന്റെയും ഇനീഷ്യൽ വാല്യൂ എന്താണ്? ഇനീഷ്യൽ വാല്യൂ എന്താണ്? 1 ആണ്. ഓക്കെ, 2 മ്യൂട്ടക്സിന്റെയും RW മ്യൂട്ടക്സിന്റെയും ഇനീഷ്യൽ വാല്യൂ എന്ന് പറയുന്നത് എന്താണ്? 1 ആണ്. റീഡ് കൗണ്ട് എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ്സ് ആൻ ഇന്റീജർ വേരിയബിൾ. അത് റെപ്രസെന്റ് ചെയ്യുന്നത് എന്താണ്? എത്ര പ്രോസസ്സ് കറന്റ്ലി ആ ഡേറ്റാബേസിന്, എത്ര റീഡർ പ്രോസസ് കറന്റ്ലി ആ ഡേറ്റാബേസിന് യൂസ് ചെയ്യുന്നുണ്ട് എന്ന് ഇൻഡിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന കൗണ്ടർ വേരിയബിൾ ആണ് റീഡ് കൗണ്ട്. കിട്ടിയോ? സ്പീഡ് കൂടുന്നുണ്ടെങ്കിൽ പറയണേ, സ്പീഡ് കൂടുതലാവുന്നുണ്ടെങ്കിൽ പറയണം. ആ 3 വേരിയബിൾസ് കിട്ടിയല്ലോ, 2 സെമാഫോറും ഒരു വേരിയബിൾ കിട്ടിയല്ലോ അല്ലെ? ഓക്കെ, ഇനി നമ്മുടെ സൊല്യൂഷനകത്തേക്ക് നമ്മൾ പോവാം. നമ്മൾ പറഞ്ഞ 3 സിനാരിയോസ് ഓർക്കുന്നുണ്ടോ അല്ലേ? അതായത് എത്ര റീഡേഴ്സ് പ്രോസസ്സിന് വേണമെങ്കിൽ എന്ത് ചെയ്യാം? ക്രിട്ടിക്കൽ സെക്ഷനിലേക്ക് എൻ്റർ ചെയ്യാം. ഓക്കെ, എത്ര റീഡേഴ്സ് പ്രോസസ്സിന് വേണമെങ്കിലും ക്രിട്ടിക്കൽ സെക്ഷനിൽ എൻ്റർ ചെയ്യാം. ഇപ്പോൾ ഒരു പ്രോസസ്സും ക്രിട്ടിക്കൽ സെക്ഷനിൽ ഇല്ലെങ്കിൽ റീഡറിനും കയറാൻ പറ്റും, റൈറ്ററിനും കയറാൻ പറ്റും. ഇനി റൈറ്റർ ക്രിട്ടിക്കൽ സെക്ഷനിൽ ഉണ്ടെങ്കിൽ ആർക്കും കയറാൻ വേണ്ടി പറ്റത്തില്ല. ഓക്കെ ആണോ? ആ 3 കാര്യങ്ങളെ ബേസ് ചെയ്തിട്ടാണ് ഇത് പോകുന്നത്. ഓക്കെ, അപ്പൊ ഇനി നമ്മൾ ആദ്യമേ റീഡർ പ്രോസസ് എങ്ങനെയാണെന്ന് നോക്കാം. റീഡർ പ്രോസസ്സിന്റെ കേസിൽ നമ്മൾ എന്താ പറഞ്ഞേ? എത്ര റീഡർ പ്രോസസ്സിന് വേണമെങ്കിൽ എന്ത് ചെയ്യാം? ക്രിട്ടിക്കൽ സെക്ഷനിൽ കയറാം കേട്ടോ. അപ്പൊ ഫസ്റ്റ് ഇനീഷ്യലി മ്യൂട്ടക്സിന്റെ വാല്യൂം RW മ്യൂട്ടക്സിന്റെ വാല്യൂം എന്താണ്? 1 ആണ്. ഇനീഷ്യലി മ്യൂട്ടക്സും RW മ്യൂട്ടക്സും 1 ആണ്. ഓക്കെ, ഫസ്റ്റ് റീഡർ പ്രോസസ്സിന്റെ സ്ട്രക്ചർ നോക്കാം. ഫസ്റ്റ് വെയിറ്റ് ഓഫ് മ്യൂട്ടക്സ്. ഇനീഷ്യലി മ്യൂട്ടക്സിന്റെ വാല്യൂ എത്രയാ? ഇനീഷ്യലി മ്യൂട്ടക്സിന്റെ വാല്യൂ എത്രയാ? ഓക്കെ, 1 ആണ്. ഓക്കെ, ദെൻ വെയിറ്റ് ഓഫ് മ്യൂട്ടക്സ് എന്ന് പറയുമ്പോൾ മ്യൂട്ടക്സിന്റെ വാല്യൂ എന്തോ? മ്യൂട്ടക്സ് എന്ന് പറഞ്ഞാൽ വെയിറ്റ് ഓഫ് മ്യൂട്ടക്സ് എന്ന് പറഞ്ഞാൽ മ്യൂട്ടക്സിന്റെ ഇനീഷ്യൽ വാല്യൂ 1 ആണ്. വാട്ട് ഈസ് വെയിറ്റ്? വെയിറ്റ് ഓപ്പറേഷൻ എന്താ ചെയ്യുന്നേ? ഓക്കെ, മ്യൂട്ടക്സിന്റെ ഇനീഷ്യൽ വാല്യൂ 1 ആണ്. മ്യൂട്ടക്സിന്റെ ഇനീഷ്യൽ വാല്യൂ 1 ആണ്. RW മ്യൂട്ടക്സിന്റെയും ഇനീഷ്യൽ വാല്യൂ 1 ആണ്. ഓക്കെ, ഈ RW മ്യൂട്ടക്സ് എന്ന് പറയുന്നത് രണ്ടും യൂസ് ചെയ്യുന്ന, അതായത് റീഡർ പ്രോസസറും റൈറ്റർ പ്രോസസറും യൂസ് ചെയ്യുന്നതാണ്. മ്യൂട്ടക്സ് എന്ന് പറയുന്നത് എന്താണ്? റീഡർ പ്രോസസ്സിന്റെ കേസിൽ മാത്രമാണ്. അതായത് എത്ര റീഡർ പ്രോസസ്സിന് വേണമെങ്കിലും യൂസ് ചെയ്യാന്ന് നമ്മൾ പറഞ്ഞല്ലോ, അതിന് വേണ്ടിയിട്ടാണ് മ്യൂട്ടക്സ് ഉപയോഗിക്കുന്നത്. അപ്പൊ ഇനീഷ്യലി മ്യൂട്ടക്സ് 1 ആണ്. വെയിറ്റ് ഓഫ് മ്യൂട്ടക്സ് എന്ന് പറയുമ്പോൾ മ്യൂട്ടക്സിന്റെ വാല്യൂ 1 ഡിക്രിമെന്റ് ചെയ്തു, ദാറ്റ് മീൻസ് 0 ആയിട്ട് മാറി. ഓക്കെ, 0 ആയി, മ്യൂട്ടക്സിന്റെ വാല്യൂ 0 ആയി. അപ്പൊ 0 ആവുമ്പോൾ റീഡർ പ്രോസസ് ആണ് 0 ആവുന്നത്. അതുകൊണ്ട് റീഡ് കൗണ്ടിന്റെ വാല്യൂ എന്ത് ചെയ്തു? 1 ഇൻക്രിമെന്റ് ചെയ്തു. ഇനീഷ്യലി എന്തായിരുന്നു? റീഡ് കൗണ്ട് എന്തായിരുന്നു? 1 ഇൻക്രിമെന്റ് ചെയ്തു. 0 എന്നുള്ളത് എന്തായി? 1 ആയി മാറി. ഓക്കെ, ഇഫ് റീഡ് കൗണ്ട് ഈക്വൽ ടു 1, അതായത് നമ്മൾ ആ ഡേറ്റാബേസിന് യൂസ് ചെയ്യുന്ന റീഡർ പ്രോസസ്സിന്റെ എണ്ണം 1 ആണെങ്കിൽ, ഓക്കെ, റീഡർ പ്രോസസ്സിന്റെ എണ്ണം എന്ന് പറയുന്ന 1 ആണെങ്കിൽ എന്ത് ചെയ്യണം? വെയിറ്റ് ഓഫ് RW മ്യൂട്ടക്സ്. RW മ്യൂട്ടക്സ് എത്രയാണ്? ആക്ച്വലി 1 ആണ്. അത് എന്ത് ചെയ്തു? 1 കുറച്ച് 0 ആക്കി മാറ്റി. ഓക്കെ, ഇനി അത് എപ്പോഴും മാത്രമേ ചെയ്യുന്നുള്ളൂ? ആ റീഡ് കൗണ്ടിന്റെ വാല്യൂ എന്ന് പറയുന്ന 1 ആണെങ്കിൽ മാത്രമാണ് എന്ത് ചെയ്യുന്നത്? RW മ്യൂട്ടക്സിന്റെ വാല്യൂ ഒന്ന് കുറയ്ക്കുക. ഇനി അതാണെങ്കിലും അല്ലെങ്കിലും ചെയ്യുന്ന എന്താ? മ്യൂട്ടക്സിന്റെ വാല്യൂ എന്താക്കി? 1 കൂട്ടി, അതായത് 0 എന്നുള്ളത് എന്താക്കി? 1 ആക്കി മാറ്റി. ഓക്കെ, ഇനി ആ സമയത്ത്, അതായത് സിഗ്നൽ എന്ന് പറയുന്ന സിഗ്നൽ മ്യൂട്ടക്സ് ചെയ്യുമ്പോൾ മ്യൂട്ടക്സിന്റെ വാല്യൂ 1 ആയല്ലോ. ആ സമയത്ത് എന്ത് ചെയ്തു? റീഡർ പ്രോസസ് ക്രിട്ടിക്കൽ സെക്ഷനിൽ കയറി ഓക്കെ വർക്ക് ചെയ്തു. ഇനി സപ്പോസ് ആ സമയത്ത് തന്നെ വേറൊരു പ്രോസസ്സ് വരികയാണെങ്കിൽ അതും സംഭവിക്കുന്നത് എന്താ? ഇപ്പൊ മ്യൂട്ടക്സിന്റെ വാല്യൂ എത്രയാണ്? 0 അല്ല, 1 ആയില്ലായിരുന്നോ? ഇനീഷ്യലി മ്യൂട്ടക്സിന്റെ വാല്യൂ 1 ആയിരുന്നല്ലോ. അത് വെയിറ്റ് ഓഫ് മ്യൂട്ടക്സ് ചെയ്ത് 0 ആക്കി. അത് കഴിഞ്ഞിട്ട് ഇവിടെ സിഗ്നൽ ഓഫ് മ്യൂട്ടക്സ് കഴിഞ്ഞിട്ടാണ് റീഡിങ്ങിലോട്ട് കയറുന്നത്. അതായത് മ്യൂട്ടക്സിന്റെ വാല്യൂ 1 ആയില്ലേ? 1 ആയി. അപ്പൊ സപ്പോസ് വേറെ ഏതെങ്കിലും പ്രോസസ് നമ്മൾ പറഞ്ഞ അനുസരിച്ചാണെങ്കിൽ ഒന്നിൽ കൂടുതൽ റീഡർ പ്രോസസ്സിന് ക്രിട്ടിക്കൽ സെക്ഷനിൽ കയറാൻ പറ്റണം. അതാണല്ലോ. ഓക്കെ, അപ്പൊ ഈ പ്രോസസ്സ്, സോറി മാറിപ്പോയോ സ്ക്രീൻ, നമ്മൾ പറഞ്ഞ അനുസരിച്ച് എന്താണ്? ഒന്നിൽ കൂടുതൽ റീഡർ പ്രോസസ്സിന് അറ്റ് എ ടൈമിൽ കയറാൻ പറ്റണം എന്നാണ് നമ്മൾ പറഞ്ഞത് കേട്ടോ. ഓക്കെ, അപ്പം ഫസ്റ്റ് ആദ്യത്തെ റീഡർ പ്രോസസ്സ് മ്യൂട്ടക്സിനെ എന്താക്കി? 0 ആക്കി മാറ്റി. റീഡ് കൗണ്ട് ഒന്ന് ഇൻക്രിമെന്റ് ചെയ്തു. റീഡ് കൗണ്ട് 1 ആണെന്നുണ്ടെങ്കിൽ മ്യൂട്ടക്സിന്റെ വാല്യൂ RW മ്യൂട്ടക്സിന്റെ വാല്യൂ 0 ആക്കിയിട്ട് മ്യൂട്ടക്സിന്റെ വാല്യൂ 1 ആക്കി.
എന്നിട്ടാണ് ആ പ്രോസസ്സ് എന്ത് ചെയ്തത്, ക്രിട്ടിക്കൽ സെക്ഷനിൽ കയറി റീഡിംഗ് ഓപ്പറേഷൻ പെർഫോം ചെയ്യുന്നത്. ഓക്കെ, ആ സമയത്ത് സപ്പോസ് അടുത്ത പ്രോസസ്സ് വരാന്ന് വിചാരിക്കുക. അടുത്ത പ്രോസസ്സ് നോക്കുമ്പോൾ മ്യൂട്ടക്സിന്റെ വാല്യൂ എത്രയാവും? മ്യൂട്ടക്സിന്റെ വാല്യൂ എത്രയാവും? 1 ആണ്. ഓക്കെ, മ്യൂട്ടക്സിന്റെ വാല്യൂ 1 ആണ്. ഓക്കെ, ഇനി RW മ്യൂട്ടക്സിന്റെ വാല്യൂ എത്രയാവും? 0 ആണ്. ഓക്കെ, അപ്പൊ വരുന്ന പ്രോസസ്സ് റീഡർ ആണെങ്കിൽ ഇവിടെ വെയിറ്റ് ഓഫ് മ്യൂട്ടക്സ് ചെയ്യാൻ വേണ്ടി പറ്റും അല്ലെ? പറ്റൂലേ? വെയിറ്റ് ഓഫ് മ്യൂട്ടക്സ് ചെയ്ത് റീഡ് കൗണ്ട് എന്ത് ചെയ്തു, 1 എന്നുള്ളത് പിന്നെയും എന്തായി, 2 ആയിട്ട് കൂടി ആണല്ലോ. 2 ആയിട്ട് കൂടുന്ന സമയത്ത് ഇതിന്റെ ഉള്ളിൽ കയറുമോ? റീഡ് കൗണ്ടിന്റെ വാല്യൂ 2 അല്ലേ? ഇതിന്റെ ഉള്ളിൽ കയറത്തില്ല. ഓക്കെ, പിന്നെ എന്താണ്, മ്യൂട്ടക്സിന്റെ വാല്യൂ 1 കൂട്ടിയിട്ട് ആ പ്രോസസ്സ് എന്ത് ചെയ്യും, ക്രിട്ടിക്കൽ സെക്ഷനിൽ കയറും. പിടികിട്ടിയോ? ഇപ്പൊ രണ്ടാമത് വരുന്നതും റീഡർ പ്രോസസ് ആണെങ്കിൽ ഇതാണല്ലോ റീഡറിന്റെ സ്ട്രക്ചർ. ഓക്കെ, അപ്പൊ ഈ ഫസ്റ്റ് ആദ്യത്തെ പ്രോസസ്സ് റീഡിങ്ങിൽ, അതായത് ക്രിട്ടിക്കൽ സെക്ഷനിൽ കയറി കഴിഞ്ഞ് കഴിയുമ്പോഴും മ്യൂട്ടക്സിന്റെ വാല്യൂ എന്ന് പറയുന്നത് 1 ആണ്. കാരണം ഇവിടെ സിഗ്നൽ ഓഫ് മ്യൂട്ടക്സ് ചെയ്യുന്നുണ്ടല്ലോ. അതുകൊണ്ട് മ്യൂട്ടക്സിന്റെ വാല്യൂ എന്താണ്, 1 ആണ്. അതുകൊണ്ട് ആ പ്രോസസ്സിനും വെയിറ്റ് ഓഫ് മ്യൂട്ടക്സ് ചെയ്ത് ഇതെന്ത് ചെയ്യാൻ പറ്റും, ഈ ക്രിട്ടിക്കൽ സെക്ഷനിലേക്ക് കയറാൻ വേണ്ടി പറ്റും. ഓക്കെ ആണോ? പക്ഷെ എനിക്ക് തോന്നുന്നു ആ വെയിറ്റിന്റെയും സിഗ്നലിന്റെയും കോഡോട് ഇവിടെ ഉണ്ടെങ്കിൽ കുറച്ചുകൂടെ ക്ലാരിറ്റി കിട്ടിയാണ്. വെയിറ്റ് എന്ന് പറഞ്ഞാൽ അറിയാലോ, ഒന്ന് ഡിക്രിമെന്റ് ചെയ്യും, സിഗ്നൽ എന്ന് പറഞ്ഞാൽ ഒന്ന് ഇൻക്രിമെന്റ് ചെയ്യും. ദാറ്റ്സ് ഓൾ. അത്ര മാത്രം നോക്കിയാൽ മതി അല്ലേ? അത്ര മാത്രം നോക്കിയാൽ മതി. അതിനകത്ത് കണ്ടീഷൻ ഒന്നും നമ്മൾ നോക്കേണ്ട ആവശ്യമൊന്നുമില്ല. വെയിറ്റ് എന്ന് പറഞ്ഞാൽ ഒന്ന് കുറയും, സിഗ്നൽ എന്ന് പറഞ്ഞാൽ ഒന്ന് കൂടും, അത്രേ ഉള്ളൂ. മ്യൂട്ടക്സിന്റെ വാല്യൂ, RW മ്യൂട്ടക്സിന്റെ വാല്യൂ 1 ആണ്. ഇനീഷ്യലി 1 ആണ്. റീഡ് കൗണ്ട് 0 ആണ്. റീഡ് കൗണ്ട് ഉദ്ദേശിക്കുന്നത് എത്ര നമ്പർ ഓഫ് പ്രോസസ്സ് ക്രിട്ടിക്കൽ സെക്ഷനിൽ റീഡർ എത്ര റീഡർ പ്രോസസ്സ് ക്രിട്ടിക്കൽ സെക്ഷനിൽ കയറുന്നുണ്ട് എന്ന് ഇൻഡിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന റീഡ് കൗണ്ട്. ഓക്കെ, അപ്പം ഈ RW മ്യൂട്ടക്സ് എന്ന് പറയുന്നത് റീഡറിനകത്തും ഉണ്ട്, റൈറ്ററിനകത്തും ഉണ്ട്. എന്തിനത് കൊടുത്തിരിക്കുന്നതെന്ന് അറിയാവോ? നമ്മൾ പറഞ്ഞല്ലോ, റൈറ്റർ പ്രോസസ് ആണ് വരുന്നതെങ്കിൽ അതിന്റെ ആ റൈറ്റർ പ്രോസസ് ഒരെണ്ണം റൈറ്റർ, രണ്ടെണ്ണത്തിൽ ഏതെങ്കിലും ഒരെണ്ണം റൈറ്റർ ആണെന്നുണ്ടെങ്കിൽ മറ്റത് റീഡർ ആണെങ്കിലും റൈറ്റർ ആണെങ്കിലും പ്രോബ്ലം ആണെന്ന് നമ്മൾ പറഞ്ഞല്ലേ, ഇല്ലേ? അതായത് ഒന്നിൽ 2 പ്രോസസ്സ് രണ്ടും റീഡർ ആണെങ്കിൽ അവിടെ പ്രശ്നമൊന്നും ഇല്ല. ഓക്കെ, ഒന്ന് റൈറ്റർ ആണെന്നുണ്ടെങ്കിൽ മറ്റത് റീഡ് ആണെങ്കിലും റൈറ്റ് ആണെങ്കിലും പ്രശ്നമാണ്. അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഇവിടെ RW മ്യൂട്ടക്സ് എടുത്തിരിക്കുന്നത്. ഒന്നുകൂടി ഞാൻ പറയാം. ആദ്യമേ മ്യൂട്ടക്സ് മാത്രം നോക്കാം. മ്യൂട്ടക്സ് എന്ന് പറയുന്നത് നമുക്ക് എത്ര നമ്പർ ഓഫ് പ്രോസസ്സിന് വേണമെങ്കിലും ഈ ക്രിട്ടിക്കൽ സെക്ഷനിലേക്ക് കയറ്റി വിടാൻ വേണ്ടിയിട്ടാണ്. റീഡറിന്റെ കേസിനകത്ത് മാത്രമേ നമ്മൾ മ്യൂട്ടക്സ് ഉപയോഗിക്കുന്നുള്ളൂ. റൈറ്ററിന്റെ കേസിനകത്ത് മ്യൂട്ടക്സ് ഉപയോഗിക്കുന്നേ ഇല്ല. ഓക്കെ, അപ്പൊ ഫസ്റ്റ് മ്യൂട്ടക്സ് 1 ആണെന്ന് പറഞ്ഞല്ലോ. അപ്പം ആദ്യമേ വരുന്ന പ്രോസസ്സ് റീഡർ പ്രോസസ് ആണെങ്കിൽ മ്യൂട്ടക്സിന്റെ വാല്യൂ എന്ത് ചെയ്തു, 1 കുറച്ചു. ആ ഒന്നാമത്തെ പ്രോസസ് ആയതുകൊണ്ട് റീഡ് കൗണ്ട് 0ൽ നിന്ന് 1 ആക്കി മാറി. ഓക്കെ, ഇനി ഒരു പ്രോസസ്സ് ക്രിട്ടിക്കൽ സെക്ഷനിൽ കയറാൻ വേണ്ടി വന്നു കഴിഞ്ഞാൽ, അതായത് ക്രിട്ടിക്കൽ സെക്ഷനിൽ കയറുവാണെന്നുണ്ടെങ്കിൽ വേറെ ഒരു പ്രോസസ്സിനെയും വേറെ വരുന്ന പ്രോസസ്സ് റൈറ്റർ ആണെങ്കിൽ അതിനെ കയറ്റരുതല്ലോ. യെസ് ഓർ നോ? അതായത് ഒരു റീഡർ പ്രോസസ്സ് ക്രിട്ടിക്കൽ സെക്ഷനിൽ എക്സിക്യൂട്ട് ചെയ്യുകയാണെങ്കിൽ പിന്നെ വരുന്നത് റൈറ്റർ ആണെന്നുണ്ടെങ്കിൽ ക്രിട്ടിക്കൽ സെക്ഷനിലോട്ട് കയറ്റിവിടാൻ പറ്റുമോ? ഇല്ല, കയറ്റിവിടാൻ പറ്റരുത്. അതിന് വേണ്ടിയിട്ടാണ് എന്ത് ചെയ്തിരിക്കുന്നത്, റീഡ് കൗണ്ട് ഈക്വൽ ടു 1 ആണെന്ന് നോക്കി. അതായത് എക്സിക്യൂട്ട് ചെയ്യുന്ന പ്രോസസ്സ് ഒരെണ്ണെങ്കിലും ക്രിട്ടിക്കൽ സെക്ഷനിലുള്ളത് റീഡർ ആണോ? ആണെങ്കിൽ വെയിറ്റ് ഓഫ് RW മ്യൂട്ടക്സ് ചെയ്തിരിക്കുന്നത്. അതായത് RW മ്യൂട്ടക്സിന്റെ വാല്യൂ ഇനീഷ്യലി എന്തായിരുന്നു, 1 ആയിരുന്നു. അത് 0 ആക്കി വെച്ചേക്കുവാ. ഇനി ഈ റൈറ്റ് സൈഡിലോട്ട് നോക്കിക്കേ, റൈറ്റർ പ്രോസസ്സിന്റെ കോഡിനകത്തേക്ക് നോക്കിക്കേ. റൈറ്റർ പ്രോസസ്സ് എപ്പോഴാണ് ക്രിട്ടിക്കൽ സെക്ഷൻ കയറുന്നതെന്ന് നോക്കിക്കേ. ആ റൈറ്ററിന്റെ കോഡ് നോക്കിയിട്ട് നിങ്ങളൊന്ന് പറഞ്ഞേ, റൈറ്റർ കോഡ് എപ്പോഴാണ് ക്രിട്ടിക്കൽ സെക്ഷനിൽ കയറാൻ പറ്റുക? യെസ്, 1 ആയിരിക്കുമ്പോൾ മാത്രമേ കയറാൻ വേണ്ടി പറ്റുള്ളൂ. അതായത് ഇവിടെ ഒരു പ്രോസസ് എങ്കിലും റീഡർ ആണെന്നുണ്ടെങ്കിൽ RW മ്യൂട്ടക്സിന്റെ വാല്യൂ 0 ആക്കി വെച്ചേക്കുവാ. മനസ്സിലായോ? RW മ്യൂട്ടക്സിന്റെ വാല്യൂ 0 ആക്കി വെച്ചു ഇവിടെ. ഓക്കെ, അപ്പൊ ഒരു റൈറ്റർ പ്രോസസ് ആണ് വരുന്നതെങ്കിൽ അപ്പൊ RW മ്യൂട്ടക്സിന്റെ വാല്യൂ എത്രയാ, 0 ആണ്. അപ്പൊ വെയിറ്റ് ഓഫ് RW മ്യൂട്ടക്സ് ചെയ്യാൻ പറ്റുമോ? ഇല്ല. ഓക്കെ, അപ്പൊ എപ്പോഴാണ് ഒരു റൈറ്റർ പ്രോസസ്സിന് കയറാൻ പറ്റുക, ഈ RW മ്യൂട്ടക്സിന്റെ വാല്യൂ 1 ആകുമ്പോൾ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ, റൈറ്റർ പ്രോസസ്സിന് കയറാൻ വേണ്ടി പറ്റുള്ളൂ.
ഓക്കെ, അപ്പൊ അറ്റ്ലീസ്റ്റ് ഒരു പ്രോസസ്സ് റീഡർ ഉണ്ടെങ്കിൽ തന്നെ എന്ത് ചെയ്ത് വെച്ചേക്കുക, RW മ്യൂട്ടക്സിന്റെ വാല്യൂ 0 ആക്കി വെക്കുക. അപ്പൊ വരുന്ന പ്രോസസ്സ് റൈറ്റർ ആണെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റത്തില്ല, ക്രിട്ടിക്കൽ സെക്ഷനിൽ കയറാൻ വേണ്ടി പറ്റത്തില്ല. ഓക്കെ ആണോ? ഇനി ആ RW മ്യൂട്ടക്സിനെ എവിടെ അപ്ഡേറ്റ് ചെയ്തേക്കണേ, ഇതാ നോക്കൂ, കേട്ടോ, ഇതാണ് അതിനെ അപ്ഡേറ്റ് ചെയ്തേക്കുന്നത്. RW മ്യൂട്ടക്സിനെ എപ്പോഴാണ് അപ്ഡേറ്റ് ചെയ്തിരിക്കുന്നത് നോക്കിക്കേ. ഇപ്പോ സപ്പോസ് നമ്മൾ ആദ്യമേ എന്താണ്, ഒരു പ്രോസസ്സ് വന്നു P1. ഓക്കെ, P1 വന്നു, വെയിറ്റ് ഓഫ് മ്യൂട്ടക്സ് 0 ആക്കി, റീഡ് കൗണ്ട് 1 ആക്കി, സിഗ്നൽ ഓഫ് മ്യൂട്ടക്സ് 1 ആക്കി, അത് ക്രിട്ടിക്കൽ സെക്ഷനിൽ കയറി. രണ്ടാമത്തെ P2 വന്നു, അതും റീഡർ ആയിരുന്നു, അതും എന്ത് ചെയ്തു, ക്രിട്ടിക്കൽ സെക്ഷനിൽ കയറി. അപ്പൊ റീഡ് കൗണ്ടിന്റെ വാല്യൂ എന്തായി, 2 ആയി. ഓക്കെ, മൂന്നാമത്തെ പ്രോസസ്സ് വന്നു, P3 വന്നു, അതും റീഡർ ആയിരുന്നു, എന്ത് ചെയ്തു, ക്രിട്ടിക്കൽ സെക്ഷനിൽ കയറി, റീഡ് കൗണ്ടിന്റെ വാല്യൂ എത്രയായി, 3 ആയി. ഓക്കെ ആണോ? അപ്പൊ ഇപ്പൊ 3 റീഡർ പ്രോസസ്സ് ക്രിട്ടിക്കൽ സെക്ഷനിൽ ഇരിക്കുക. ഓക്കെ, ഇനി വെയിറ്റ് ഓഫ് മ്യൂട്ടക്സ് എന്ന് പറഞ്ഞാൽ മ്യൂട്ടക്സിന്റെ വാല്യൂ എന്ത് ചെയ്തു, ഒന്നായി. ഇവിടെ സിഗ്നൽ ഓഫ് മ്യൂട്ടക്സ് 1 ആക്കിയല്ലോ, ക്രിട്ടിക്കൽ സെക്ഷനിൽ നിന്ന് ഇറങ്ങുമ്പോൾ അത് എന്താക്കി മാറ്റണം, 0 ആക്കി മാറ്റണം. ഓക്കെ, 0 ആക്കി മാറ്റി റീഡ് കൗണ്ട് 1 കുറച്ചു. അതായത് ഒരു പ്രോസസ്സ് ക്രിട്ടിക്കൽ സെക്ഷനിൽ നിന്ന് ഇറങ്ങുമ്പോൾ പിടികിട്ടിയോ? അതായത് ഇപ്പൊ 3 പ്രോസസ്സ് ഇവിടെ റീഡിങ് ചെയ്തോണ്ടിരിക്കുന്നു, 3 പ്രോസസ്സ് റീഡിങ് ചെയ്തോണ്ടിരിക്കുന്നു. അപ്പൊ അതിന്റെ അകത്തുനിന്ന് ഏതെങ്കിലും ഒരെണ്ണം വെളിയിൽ ഇറങ്ങുമ്പോൾ തന്നെ എന്ത് ചെയ്തു, മ്യൂട്ടക്സിന്റെ വാല്യൂ എന്ത് ചെയ്തു, 0 ആക്കി, റീഡ് കൗണ്ടിന്റെ വാല്യൂ 1 കുറച്ചു. അങ്ങനെ 3 പ്രോസസ്സ് ഉണ്ടെങ്കിൽ ഈ 3 പ്രോസസ്സും കുറഞ്ഞു റീഡ് കൗണ്ടിന്റെ വാല്യൂ എന്താവണം, റീഡ് കൗണ്ടിന്റെ വാല്യൂ എന്താവണം, 0 ആയാൽ മാത്രമേ ആർക്ക് കയറാൻ പറ്റൂ, 0 ആയാൽ മാത്രമേ ആർക്ക് കയറാൻ പറ്റൂ, റൈറ്റർ പ്രോസസ്സിന് കയറാൻ പറ്റൂ അല്ലെ? അതാണ് റീഡ് കൗണ്ട് കുറഞ്ഞ് റീഡ് കൗണ്ട് 0 ആകുന്ന സമയത്ത് RW മ്യൂട്ടക്സിന്റെ വാല്യൂ എന്താക്കി മാറ്റി, 1 ആക്കി മാറ്റി. RW മ്യൂട്ടക്സിന്റെ 1 ആക്കി മാറ്റുക മീൻസ് പിന്നെ വരുന്ന പ്രോസസ്സ് റൈറ്റർ ആണെങ്കിൽ റൈറ്ററിന് എന്ത് ചെയ്യാൻ പറ്റും, ക്രിട്ടിക്കൽ സെക്ഷനിൽ കയറാൻ വേണ്ടി പറ്റും. പിടികിട്ടിയോ? അതായത് നമ്മൾ ഈ മ്യൂട്ടക്സ് എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ മ്യൂട്ടക്സ് എന്ന് പറയുന്ന ആ ഒരു സെമാഫോർ വേരിയബിൾ യൂസ് ചെയ്യുന്നത് എത്ര റീഡർ പ്രോസസ്സിന് വേണമെങ്കിലും ക്രിട്ടിക്കൽ സെക്ഷനിലേക്ക് കയറ്റി വിടാൻ വേണ്ടിയിട്ട് ഒരു ലോക്കാണ്. RW മ്യൂട്ടക്സ് എന്ന് പറയുന്നത് അറ്റ്ലീസ്റ്റ് ഒരു റീഡർ പ്രോസസ് എങ്കിലും ക്രിട്ടിക്കൽ സെക്ഷനിൽ കയറുമ്പോൾ അപ്പൊ തന്നെ RW മ്യൂട്ടക്സ് 0 ആക്കി വെച്ചേക്കുക. പിന്നെ ആ എല്ലാ പ്രോസസ്സും ആ ക്രിട്ടിക്കൽ റീഡർ പ്രോസസ് എല്ലാം ക്രിട്ടിക്കൽ സെക്ഷനിൽ നിന്ന് ഇറങ്ങുമ്പോൾ മാത്രമാണ് RW മ്യൂട്ടക്സിന്റെ വാല്യൂ 1 ആക്കുന്നത്. RW മ്യൂട്ടക്സ് 1 ആണെങ്കിൽ മാത്രമാണ് റൈറ്റർ പ്രോസസ്സിന് ക്രിട്ടിക്കൽ സെക്ഷനിൽ കയറാൻ വേണ്ടി പറ്റുള്ളൂ. ഓക്കെ, അറ്റ്ലീസ്റ്റ് ഒരു പ്രോസസ്സ് റീഡർ ആയിക്കുമ്പോൾ തന്നെ RW മ്യൂട്ടക്സ് 0 ആക്കും. അപ്പൊ പിന്നെ വരുന്ന റൈറ്റർ പ്രോസസ് ആണെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റത്തില്ല, വെയിറ്റ് ഓഫ് RW മ്യൂട്ടക്സ് ചെയ്യാൻ പറ്റത്തില്ല, ക്രിട്ടിക്കൽ സെക്ഷനിൽ കയറാനും പറ്റത്തില്ല. അത്രേ ഉള്ളൂ. ഇനി ഇവിടെ ഈ റീഡ് കൗണ്ട് ഈക്വൽ ടു 1 കൊടുത്തിരിക്കുന്ന എന്തിനു വേണ്ട, അറ്റ്ലീസ്റ്റ് ഒരു പ്രോസസ് എങ്കിലും ക്രിട്ടിക്കൽ സെക്ഷനിൽ റീഡർ ആണെങ്കിൽ മറ്റത് കയറ്റാതിരിക്കാൻ വേണ്ടിയിട്ടാ, റൈറ്ററിനെ കയറ്റാതിരിക്കാൻ വേണ്ടിയിട്ടാ. ഓക്കെ, ഇങ്ങനെയാണ് റീഡേഴ്സ് റൈറ്റേഴ്സ് പ്രോബ്ലം സോൾവ് ചെയ്തിരിക്കുന്നത് സെമാഫോർ യൂസ് ചെയ്തിട്ട്. 2 സെമാഫോർ ഉണ്ട്. ഏതൊക്കെയാണ്, മ്യൂട്ടക്സും RW മ്യൂട്ടക്സും. പിന്നെ ഒരു ഇൻഡിജർ വേരിയബിൾ ഉണ്ട്, റീഡ് കൗണ്ട് എന്ന് പറയുന്നത്. റീഡ് കൗണ്ട് ഈക്വൽ ടു 5 മീൻസ് എന്തായിരിക്കും, ഇവിടെ റീഡ് കൗണ്ട് 5 ആണെന്ന് പറഞ്ഞാൽ എന്താ, 5 റീഡർ പ്രോസസ് ക്രിട്ടിക്കൽ സെക്ഷനിൽ എക്സിക്യൂട്ട് ചെയ്യുന്നുണ്ടെന്നാണ് അർത്ഥം. ഓക്കെ, റീഡ് കൗണ്ടിന്റെ വാല്യൂ 5 ആണെന്ന് എത്രയാണെന്ന് പറഞ്ഞാൽ അത്രയും പ്രോസസ്സ് എന്താണ്, ക്രിട്ടിക്കൽ സെക്ഷനിൽ റീഡർ പ്രോസസ് ആണ്. അത്രയും റീഡർ പ്രോസസ്സ്, റൈറ്റർ വരത്തില്ല എൻ്റെ അകത്ത്, അത്രയും റീഡർ പ്രോസസ്സ് ക്രിട്ടിക്കൽ സെക്ഷനിൽ ഉണ്ടെന്നാണ് അർത്ഥം. ഇനി നെക്സ്റ്റ് വൺ ഈസ് നമ്മുടെ ലാസ്റ്റ് ടോപ്പിക് ആണെന്ന് ഞാൻ വിചാരിക്കുന്നത്. സെക്കൻഡ് മൊഡ്യൂൾ തീരാണ്. ഓക്കെ, അടുത്തെന്ന് പറയുന്ന ഡൈനിങ് ഫിലോസഫേഴ്സ് പ്രോബ്ലം എന്നാണ്. കേട്ടിട്ടുണ്ടോ ഡൈനിങ് ഫിലോസഫേഴ്സ് പ്രോബ്ലം? ഇതൊരു ക്ലാസിക്കൽ സിൻക്രണൈസേഷൻ പ്രോബ്ലം ആണ്. ഡിജസ്ട്ര എന്ന് പറയുന്ന ആളാണ് ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്ന ഒരു സിൻക്രണൈസേഷൻ പ്രോബ്ലം ആണ്. ഇതിനകത്ത് ആക്ച്വലി എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് ഫിലോസഫേഴ്സ്, ഓക്കെ, അത് ഡിപ്പെൻസ് നമ്പർ ഓഡ് ആണോ ഇവൻ ആണോ എന്നതിനനുസരിച്ച് അതിന്റെ കണ്ടീഷൻ മാറുവേ. ഓക്കെ, നമ്മൾ എപ്പോഴും കൺസിഡർ ചെയ്യുന്ന ഓഡ് നമ്പർ ഓഫ് ഫിലോസഫേഴ്സ് ആണ് കേട്ടോ, ഓഡ് നമ്പർ ഓഫ് ഫിലോസഫേഴ്സ്. ഓക്കെ, അപ്പം ഇവിടെ പറഞ്ഞേക്കുന്നത് കെ ഒരു കോമൺ നെയിം, ജനറൽ ആയിട്ട് കെ എന്ന് പറഞ്ഞേക്കാം. ഈ ഫിലോസഫേഴ്സ് ഒരു റൗണ്ട് ടേബിളിൽ ഇരിക്കുകയാണ്. ഓക്കെ, അപ്പൊ ഇവരുടെ എല്ലാവരുടെയും മുന്നിൽ എന്തുണ്ട്, ഓരോ ബൗള് വെച്ചിട്ടുണ്ട്. ഓക്കെ, എത്ര ഫിലോസഫേഴ്സ് ഉണ്ടോ അത്രയും ബൗള് വെച്ചിട്ടുണ്ടാവും. ഓക്കെ ആണോ? ഇനി എത്ര ഫിലോസഫേഴ്സ് ഉണ്ടോ അത്രയും ചോപ്സ്റ്റിക്കും ഉണ്ടാവും. അപ്പൊ ഒരു ചോപ്സ്റ്റിക് എന്ന് പറയുന്നത് ഈ ബൗളിന്റെ ലെഫ്റ്റിലും റൈറ്റിലും ആയിരിക്കും. ഈ ഫിലോസഫേഴ്സ് ഇങ്ങനെ ഓൾട്ടർനേറ്റ് ആയിട്ട് ഇരിക്കുവാണല്ലോ. ഇവരുടെ മെയിൻ ജോബ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരാള് തിങ്ക് ചെയ്യും, അപ്പൊ മറ്റേ ആള് ഫുഡ് കഴിക്കും. ഒരാള് ഓൾട്ടർനേറ്റ് ആയിട്ട് എന്താണ്, ഇപ്പൊ ആദ്യത്തെ ആള് തിങ്ക് ചെയ്യുകയാണെങ്കിൽ രണ്ടാമത്തെ ആള് എന്തായിരിക്കും, ഈറ്റ് ചെയ്യും.
ഓക്കെ, അടുത്ത ആള് തിങ്ക് ചെയ്യുകയാണെങ്കിൽ അടുത്ത ആൾ ഈറ്റ് ചെയ്യും. അങ്ങനെ ഓൾട്ടർനേറ്റ് ആയിട്ട് ഈറ്റിംഗ് ആൻഡ് തിങ്കിങ് രണ്ട് പ്രോസസ്സാണ് അവിടെ ഉണ്ടാവുക. ഇനി എന്താണ് ഇവിടുത്തെ പ്രോബ്ലം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ ഇപ്പൊ സപ്പോസ് ഈ ഫിഗർ നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റുന്നുണ്ടോ? ഫിഗർ കാണാൻ വേണ്ടി പറ്റുന്നുണ്ടോ? കുറച്ചും കൂടി വലുതാക്കണം. കാണാമല്ലോ അല്ലെ? ഓക്കെ, അപ്പം ഇതിനകത്ത് ഇപ്പൊ P1 എന്ന് പറയുന്ന ഫിലോസഫർ നോക്കുക. ഇതാണ് P1. P1 എന്ന് പറയുന്ന ഫിലോസഫറിന് കഴിക്കണമെങ്കിൽ, ഈറ്റ് ചെയ്യണമെങ്കിൽ അയാൾക്ക് എന്ത് ചെയ്യണം? അയാളുടെ ലെഫ്റ്റിലും റൈറ്റിലും ഉള്ള ചോപ്സ്റ്റിക് അയാൾക്ക് എടുക്കാൻ പറ്റണം. ഓക്കെ, എന്താണ് ഇപ്പൊ P1 എന്ന് പറയുന്ന ഫിലോസഫറിന്റെ കേസിനകത്ത് P1ന് എന്ത് ചെയ്യാൻ പറ്റണം? ഫുഡ് കഴിക്കണമെങ്കിൽ അയാളുടെ ലെഫ്റ്റിലുള്ള ചോപ്സ്റ്റിക്കും റൈറ്റിലുള്ള ചോപ്സ്റ്റിക്കും എടുത്ത് സൈമിൾട്ടേനിയസ്ലി എടുത്താൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ? ഇയാൾക്ക് ഈറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ഇയാൾ ഈറ്റ് ചെയ്യുന്ന സമയത്ത് തൊട്ടടുത്ത ഓൾട്ടർനേറ്റ് ഉള്ള ആൾ എന്ത് ചെയ്യണം? തിങ്ക് ചെയ്യണം. ഓക്കെ ആണോ? അപ്പം ടോട്ടൽ K ഫിലോസഫേഴ്സ് ഉണ്ടെങ്കിൽ എന്തായിരിക്കും? എത്ര ചോപ്സ്റ്റിക് ഉണ്ടാവും? 5 ഫിലോസഫർ ആണെങ്കിൽ 5 ചോപ്സ്റ്റിക് ഉണ്ടാവും. 10 ഫിലോസഫർ ആണെങ്കിൽ 10 ചോപ്സ്റ്റിക് ഉണ്ടാവും. അപ്പൊ ഇവിടുത്തെ പ്രോബ്ലം എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ ഇപ്പൊ സപ്പോസ് ഈ P1 ഓക്കെ, P1 ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഈ ചോപ്സ്റ്റിക് 1 എടുക്കുന്ന സമയത്ത് P5 എന്താ പറയാ, P5ന് ഫുഡ് കഴിക്കണമെങ്കിൽ എന്ത് മാത്രം ചെയ്താല P1 അത് ചോപ്സ്റ്റിക് അവിടെ താഴെ വെച്ചാൽ മാത്രമല്ലേ എടുക്കാൻ പറ്റൂ. P1 ഫസ്റ്റ് ഇതാണ് ചോപ്സ്റ്റിക് 1 എന്ന് പറയുന്നത്. ഓക്കെ, ഇത് ഈ ചോപ്സ്റ്റിക് എടുത്തു, ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അയാൾ എന്താണ്? ഫുഡ് കഴിച്ചിട്ട് വെച്ചാൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? P5ന് അയാളുടെ റൈറ്റ് സൈഡിലുള്ള ഈ ചോപ്സ്റ്റിക് എടുക്കാൻ വേണ്ടി പറ്റുള്ളൂ. ഓക്കെ, ഇയാൾ വിട്ടു കൊടുക്കാതിരിക്കുന്നിടത്തോളം കാലം അവിടെ എന്തുണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്? ഇവിടെ നമ്മൾ പഠിച്ച, അതായത് P1 എന്ന് പറയുന്നത് ഈ ചോപ്സ്റ്റിക് എടുത്തേക്കാണ്. P5 എന്താണ്? അതിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്നു. എന്നിട്ട് P5 എന്ത് ചെയ്തേക്കാ? ഈ ചോപ്സ്റ്റിക് എടുത്തേക്കാണ്. അത് P4 ചിലപ്പോൾ ചോപ്സ്റ്റിക്കിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തിരിക്കുകയായിരിക്കും. P4 എടുത്തിരിക്കുന്ന ചോപ്സ്റ്റിക് P3 വെയിറ്റ് ചെയ്യുകയായിരിക്കും. ഇതിന് എന്ത് നമ്മൾ പറയും? ഡെഡ് ലോക്ക്. ഓക്കെ, അവിടെ ഒരു സർക്കുലർ വെയിറ്റ് ഉണ്ടാവും, അവിടെ ഡെഡ് ലോക്ക് ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. ഓക്കെ, അപ്പൊ നമ്മുടെ എയിം എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ്? ഈ ഡെഡ് ലോക്ക് ഒന്നും ഉണ്ടാവാതെ എന്ത് ചെയ്യാൻ പറ്റണം? എല്ലാ ഫിലോസഫറിനും ഓൾട്ടർനേറ്റ് ആയിട്ട് തിങ്ക് ചെയ്യാനും ഈറ്റ് ചെയ്യാനും പറ്റണം. ഓക്കെ, അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഡൈനിങ് ഫിലോസഫേഴ്സ് പ്രോബ്ലം സോൾവ് ചെയ്യുന്നത്. അപ്പൊ പ്രോബ്ലം ഇതാണ്. എന്താണ്? സൈമൾട്ടേനിയസ്ലി എന്ത് ചെയ്യാൻ പറ്റരുത്? ഇവിടെ ഡെഡ് ലോക്ക് ഉണ്ടാവാതെ എന്ത് ചെയ്യാൻ പറ്റണം? ഓൾട്ടർനേറ്റ് ആയിട്ട് ഫിലോസഫേഴ്സിന് തിങ്ക് ചെയ്യാനും ഈറ്റ് ചെയ്യാനും പറ്റണം. ഓക്കെ, ദാറ്റ് ഈസ് ദ പ്രോബ്ലം. ഇതൊന്ന് വായിച്ചു നോക്കാം. K ഫിലോസഫേഴ്സ് സിറ്റ് അറൌണ്ട് എ സർക്കുലർ ടേബിൾ. K ഫിലോസഫേഴ്സ് ഒരു സർക്കുലർ ടേബിളിന് ചുറ്റും ഇരിക്കുകയാണ്. ഈച്ച് ഫിലോസഫർ ഓൾട്ടർനേറ്റ് ബിറ്റ്വീൻ തിങ്കിങ് ആൻഡ് ഈറ്റിംഗ്. ഓരോ ഫിലോസഫറും എന്താണ്? കുറച്ചു നേരം തിങ്ക് ചെയ്യും, കുറച്ചു നേരം ഈറ്റ് ചെയ്യും, കുറച്ചു നേരം തിങ്ക് ചെയ്യും, ഈറ്റ് ചെയ്യും. ഇത് തന്നെ. There is one chopstick between each philosopher. Okay, അതായത് ഓരോ ഫിലോസഫറിന്റെയും ഇടയ്ക്കോടെ എന്തുണ്ട്? ചോപ്സ്റ്റിക് ഉണ്ട്. ടോട്ടൽ K ഫിലോസഫർ ആണെങ്കിൽ ടോട്ടൽ K ചോപ്സ്റ്റിക്സും ഉണ്ടാവും. A philosopher must pick up 2 chopstick. ഓക്കെ, ഒരു ഫിലോസഫറിന് എന്ത് ചെയ്യണം? ലെഫ്റ്റിലും റൈറ്റിലുള്ള 2 ചോപ്സ്റ്റിക് എടുത്താൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ? ഈറ്റ് ചെയ്യാൻ വേണ്ടി പറ്റത്തുള്ളൂ. ടു ഈറ്റ്. Only one philosopher can use a chopstick at a time. ഒരു ഫിലോസഫറിന് മാത്രമേ ഒരു ചോപ്സ്റ്റിക് അറ്റ് എ ടൈമിൽ യൂസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഓക്കെ, ഇതാണ് എന്തെന്ന് പറയുന്നത്? നമ്മുടെ ഡൈനിങ് ഫിലോസഫേഴ്സ് പ്രോബ്ലം. ഓക്കെ, ഇനി അതിന്റെ സൊല്യൂഷൻ എന്നൊക്കെ, വൺ സിമ്പിൾ സൊല്യൂഷൻ ഈസ് ടു റെപ്രസെന്റ് ഈച്ച് ചോപ്സ്റ്റിക് വിത്ത് എ സെമാഫോർ. അപ്പൊ ഇത് സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ചോപ്സ്റ്റിക്കിനെ നമ്മൾ എന്തായിട്ട് റെപ്രസെന്റ് ചെയ്യാം? ഒരു സെമാഫോർ യൂസ് ചെയ്തിട്ട് നമ്മൾ ചോപ്സ്റ്റിക്കിനെ റെപ്രസെന്റ് ചെയ്യാണ്. Okay, a philosopher tries to grab a chopstick by executing a weight operation on that semaphore. Okay, ഒരു ഫിലോസഫർ ഒരു ചോപ്സ്റ്റിക് എടുക്കുമ്പോൾ ആ ചോപ്സ്റ്റിക്കിനകത്ത് വെയിറ്റ് ഓപ്പറേഷൻ പെർഫോം ചെയ്യും, അതായത് 0 ആകും. ഓക്കെ, ഇനീഷ്യലി 1 ആണെന്നുണ്ടെങ്കിൽ, അതായത് ചോപ്സ്റ്റിക് ഞാൻ എടുത്തു എന്ന് ഇൻഡിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സെമാഫോറിന്റെ വാല്യൂ എന്താക്കി മാറ്റും? ചോപ്സ്റ്റിക്കിന്റെ വാല്യൂ 0 ആക്കി മാറ്റും. അതാണ് വെയിറ്റ് ഓപ്പറേഷൻ. ഓക്കെ, ഇനി അയാള് ഷി ഓർ ഹി റിലീസസ് എർ ചോപ്സ്റ്റിക് ബൈ എക്സിക്യൂട്ടിംഗ് ദ സിഗ്നൽ ഓപ്പറേഷൻ. റിലീസ് ചെയ്യുന്ന സമയത്ത് ഏത് ഓപ്പറേഷൻ പെർഫോം ചെയ്യും? സിഗ്നൽ ഓപ്പറേഷൻ പെർഫോം ചെയ്യും. ഓക്കെ ആണോ? അപ്പൊ അവിടെ നമ്മള് ചോപ്സ്റ്റിക്കിനകത്താണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? വെയിറ്റും സിഗ്നലും പെർഫോം ചെയ്യുന്നത്. ചോപ്സ്റ്റിക്ക് ഒരു ഫിലോസഫർ എടുക്കുന്ന സമയത്ത് ആ ചോപ്സ്റ്റിക്കിനകത്ത് വെയിറ്റ് ഓപ്പറേഷൻ പെർഫോം ചെയ്യും. ഇനി ചോപ്സ്റ്റിക്ക് റിലീസ് ചെയ്യുന്ന സമയത്ത് സിഗ്നൽ ഓപ്പറേഷൻ പെർഫോം ചെയ്യും. ഓക്കെ, ഇനീഷ്യലി ഇപ്പൊ 5 ഫിലോസഫർ ആണെങ്കിൽ ചോപ്സ്റ്റിക് ഓഫ് 5 ആണ്. ഓക്കെ, അതായത് 5 ചോപ്സ്റ്റിക് ഉണ്ടല്ലോ. ഓക്കെ, എല്ലാം ഇനീഷ്യലൈസ്ഡ് ടു 1 ആണ്.
ഇതാണ് നമ്മുടെ സൊല്യൂഷൻ. ഓക്കെ, സൊല്യൂഷൻ നോക്കിക്കേ. ഡു വെയിറ്റ് ഓഫ് ചോപ്സ്റ്റിക് ഓഫ് ഐ. ഓക്കെ, ഇപ്പം ഒന്നാമത്തെ ഫിലോസഫർ അതാണ് ഐത്ത്. ഓക്കെ, ഒന്നാമത്തെ ഫിലോസഫർ ഐയുടെ വാല്യൂ 1 ആണ്. ഒന്നാമത്തെ ഫിലോസഫറിന്റെ കേസിൽ നമുക്ക് നോക്കാം. ഓക്കെ, വെയിറ്റ് ഓഫ് ചോപ്സ്റ്റിക് ഓഫ് ഐ. ഓക്കെ, അതായത് ഐ എന്ന് പറയുന്നത് എന്താണ്? 1 ആണ്. ഓക്കെ, ഒന്നാമത്തെ ചോപ്സ്റ്റിക് എന്താക്കി മാറ്റി? 0 ആക്കി മാറ്റി. ഓക്കെ ആണോ? അതായത് നമ്മൾ ആ ഫിഗറിനകത്തേക്ക് നോക്കാം. ഈ ഫിഗറിനകത്ത് നോക്കാം. ഇത് ഈ P1 എന്ന് പറയുന്ന ഫിലോസഫറിന് ഏതൊക്കെ ചോപ്സ്റ്റിക്കാ വേണ്ടതെന്ന് പറഞ്ഞേ? 1 and 2. 1 ഉം 2. ഇതിപ്പോ ഈ ഫിഗർ വെച്ചിട്ടല്ല കേട്ടോ. ഓക്കെ, എനിവേ P1 ഐയുടെ വാല്യൂ 1 ആണ്. ഐയുടെ വാല്യൂ 1 ആണ്. അപ്പം വെയിറ്റ് ഓഫ് ചോപ്സ്റ്റിക് ഓഫ് ഐ എന്ന് പറയുമ്പോൾ ചോപ്സ്റ്റിക് ഓഫ് 1, ഒന്നാമത്തെ ചോപ്സ്റ്റിക്കിന്റെ വാല്യൂ എന്താക്കി മാറ്റി? 0 ആക്കി മാറ്റി. ഓക്കെ, ഇനി ചോപ്സ്റ്റിക് ഓഫ് ഐ പ്ലസ് 1 മോഡ് 5, അതായത് ഐയുടെ വാല്യൂ എത്രയാണ്? 1 ആണല്ലോ. ഐയുടെ വാല്യൂ എത്രയാണ്? 1 ആണ്. 1 പ്ലസ് 1 എത്രയാണ്? 2 ആണ്. 2 മോഡ് 5 എത്രയാണ്? 2 ആണ്. ഓക്കെ, അപ്പൊ രണ്ടാമത്തെ ചോപ്സ്റ്റിക്ക് എന്താക്കി മാറ്റി? 0 ആക്കി മാറ്റി. അപ്പം ഒന്നാമത്തെ ഫിലോസഫറിന് ഫുഡ് കഴിക്കണമെങ്കിൽ ഏതൊക്കെ ചോപ്സ്റ്റിക്ക് എടുത്തു? ഒന്നാമത്തെ ചോപ്സ്റ്റിക്ക് എടുത്തു 2, അതായത് 1. ഐയുടെ വാല്യൂ 1 ആണ്. 1 പ്ലസ് 1 2, 2 മോഡ് 5 2. അതായത് ചോപ്സ്റ്റിക് ഓഫ് 1ഉം ചോപ്സ്റ്റിക് ഓഫ് 2ഉം എന്താക്കി? 0 ആക്കി മാറ്റി. ആ ഫിലോസഫർ എന്ത് ചെയ്തു? ഈറ്റ് ചെയ്തു. ഇനി മൂന്നാമത്തെ ഫിലോസഫർ ആണെന്ന് വിചാരിക്കാം. മൂന്നാമത്തെ ഫിലോസഫർ, അപ്പൊ ഐയുടെ വാല്യൂ എത്രയാണ്? 3 ആണ്. ഓക്കെ, മൂന്നാമത്തെ ഫിലോസഫറിന്റെ കേസിലാണെങ്കിൽ ഐയുടെ വാല്യൂ എത്രയാണ്? 3. ആ ഫിലോസഫറിന്റെ കേസിൽ ഏതൊക്കെ ചോപ്സ്റ്റിക് ആണ് അയാൾക്ക് എടുക്കേണ്ടത് നോക്കിക്കേ. മൂന്നാമത്തെ ഫിലോസഫറിനെ ഏതൊക്കെ എടുക്കേണ്ടത്? ഏതൊക്കെ എടുക്കണ്ടേ? 3ഉം എടുക്കണം, 4ഉം എടുക്കണം അല്ലേ? അപ്പൊ ഇവിടെ എന്താ ചെയ്തിരിക്കുന്നത് നോക്കിയേ. വെയിറ്റ് ഓഫ് ചോപ്സ്റ്റിക് ഓഫ് 5 എന്ന് പറയുമ്പോൾ ഏതാണ് 0 ആക്കുന്നത്? ഐയുടെ വാല്യൂ 3 ആണ്. ഓക്കെ, അപ്പൊ ചോപ്സ്റ്റിക് ഓഫ് 3 എന്താക്കി? 0 ആക്കി. ഇനി ചോപ്സ്റ്റിക് ഓഫ് ഐ പ്ലസ് 1 മോഡ് 5, അതായത് ഐയുടെ വാല്യൂ 3 ആണ്. 3 പ്ലസ് 1 4. 4 മോഡ് 5 എന്ന് പറയുമ്പോൾ എത്രയാണ്? 4. ഓക്കെ, അപ്പൊ ചോപ്സ്റ്റിക് ഓഫ് 3ഉം ചോപ്സ്റ്റിക് ഓഫ് 4ഉം എന്താക്കി? 0 ആക്കി മാറ്റി. ആ ഫിലോസഫർ എന്ത് ചെയ്തു? ഈറ്റ് ചെയ്തു. ഈറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ സിഗ്നൽ ഓപ്പറേഷൻ പെർഫോം ചെയ്യണം. എന്നാലല്ലേ 1 ആവത്തുള്ളൂ. എന്നാൽ മാത്രമല്ലേ അടുത്ത ആൾക്ക് എടുക്കാൻ പറ്റൂ. അത് മനസ്സിലായല്ലോ അല്ലെ? സിഗ്നൽ മനസ്സിലായല്ലോ അല്ലെ? അതായത് ഒരാള് ഒരു ഫിലോസഫർ ആ ചോപ്സ്റ്റിക് എടുത്ത് കഴിച്ചതിന് ശേഷം അത് താഴെ വെക്കുന്ന സമയത്ത് സിഗ്നൽ ഓപ്പറേഷൻ പെർഫോം ചെയ്യണം. ഓക്കെ, അതാണ് സിഗ്നൽ ഓഫ്. അത് മേളിൽ കൊടുത്തിരിക്കുന്നത് അത് തന്നെയാണ്. ചോപ്സ്റ്റിക് ഓഫ് വെയിറ്റ് ചെയ്തിരിക്കുന്ന അതേ തന്നെ എന്ത് ചെയ്തിരിക്കുകയാണ്? സിഗ്നൽ ഓപ്പറേഷൻ ചെയ്തേക്കുവാണ്. ചോപ്സ്റ്റിക് ഓഫ് ഐ, ചോപ്സ്റ്റിക് ഓഫ് ഐ പ്ലസ് 1 മോഡ് 5. പിടികിട്ടിയോ? അപ്പം ഒരു ഫിലോസഫറിന്റെ കേസിനകത്ത് എന്താണ്? അറ്റ് എ ടൈമിൽ തൊട്ടടുത്ത ആൾക്കാർക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല. അതായത് P1നും P2നും അറ്റ് എ ടൈമിൽ ഈറ്റ് ചെയ്യാൻ പറ്റുമോ? ഇല്ല. കാരണം എന്താ? P1 യൂസ് ചെയ്യുന്ന ചോപ്സ്റ്റിക്ക് റിലീസ് ചെയ്താൽ മാത്രമേ P2ന് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. അത്രേ ഉള്ളൂ. അപ്പൊ അതിന് വേണ്ടിയിട്ട് സെമാഫോർ വെച്ചിട്ട് ഇംപ്ലിമെന്റ് ചെയ്തിരിക്കുന്നു. ഇതാണ് നമ്മൾ എന്ന് പറയാം സൊല്യൂഷൻ ടു ഡൈനിങ് ഫിലോസഫീസ് പ്രോബ്ലം. പിടികിട്ടി എന്ന് വിചാരിക്കുന്നു. അപ്പൊ നമ്മുടെ സെക്കൻഡ് മൊഡ്യൂൾ അവസാനിച്ചിരിക്കുന്നു. ഈ മൊഡ്യൂൾ മാത്രമാണ് ഇച്ചിരി ടഫ് ഉള്ളൂ. ഇനി 3rd 4th നമുക്ക് കുറച്ച് എളുപ്പമായിരിക്കും. ഇതിന്റെ ക്വസ്റ്റ്യൻസ് ഒക്കെ എങ്ങനെയാ വരിക? ഈ കോഡ് എങ്ങനെ ബൈ ഹാർട്ട് ആക്കണ്ടേ? കോഡ് പഠിക്കണം. എല്ലാത്തിനെയും കോഡ് പഠിക്കണം. അതായത് ടെസ്റ്റ് ആൻഡ് സെറ്റ്, കമ്പയർ ആൻഡ് സ്വാപ്പ്, എല്ലാത്തിനെയും കോഡിലാണ് ഇമ്പോർട്ടൻസ് കേട്ടോ. കോഡ് എന്തായാലും നമ്മൾ പഠിച്ചു. ഇപ്പൊ നമ്മളോട് ചോദിക്കുക എക്സ്പ്ലെയിൻ ഡൈനിങ് ഫിലോസഫീസ് പ്രോബ്ലം എന്നായിരിക്കും. അത് ഉദ്ദേശിക്കുന്നത് എന്താണ്? ഡൈനിങ് ഫിലോസഫീസ് പ്രോബ്ലം എന്താണ്, അതിന് നമ്മൾ എങ്ങനെ സെമാഫോർ യൂസ് ചെയ്തിട്ട് സോൾവ് ചെയ്യുന്നു. ക്വസ്റ്റ്യൻ അതാണ് ആക്ച്വലി. നമ്മളെല്ലാം സിൻക്രണൈസേഷൻ പ്രോബ്ലം എങ്ങനെയാണ് സോൾവ് ചെയ്യുന്നതാണ് നമ്മൾ ഈ സെക്ഷനിൽ പറഞ്ഞത്. ഓക്കെ, ഇപ്പൊ ബൗണ്ടഡ് ബഫർ പ്രോബ്ലം അല്ലെങ്കിൽ പ്രൊഡ്യൂസർ കൺസ്യൂമർ പ്രോബ്ലം നമ്മൾ എങ്ങനെ സോൾവ് ചെയ്തു? സെമാഫോർ യൂസ് ചെയ്തിട്ടാണ് സോൾവ് ചെയ്തേ. അവിടെ നമ്മൾ 3 സെമാഫോർ യൂസ് ചെയ്തല്ലേ? അതായത് ഫുള്ളായി എംടി മ്യൂട്ടക്സ് എന്ന് പറയുന്ന 3 സെമാഫോർ യൂസ് ചെയ്തിട്ട് നമ്മൾ സോൾവ് ചെയ്തു. അടുത്ത് വന്ന ഏതാണ്? റീഡേഴ്സ് റൈറ്റേഴ്സ് പ്രോബ്ലം. അവിടെ നമ്മൾ എന്താണ്? സെമാഫോർ യൂസ് ചെയ്തിട്ട് സോൾവ് ചെയ്തു. ഈ ഡൈനിങ് ഫിലോസഫേഴ്സ് നമ്മൾ എന്താണ്? സെമാഫോർ യൂസ് ചെയ്തിട്ട് സോൾവ് ചെയ്തു. ഇതെല്ലാം ചിലപ്പോൾ എക്സ്പ്ലെയിൻ ആയിരിക്കും ചോദിക്കുക. പക്ഷെ നമ്മൾ എന്താണ്? കോഡ് വെച്ചിട്ട് വേണം നമുക്ക് പറയാൻ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഈ സെക്ഷൻ പഠിക്കാൻ തുടങ്ങിയപ്പോൾ ഞാൻ പറഞ്ഞത് ഈ സെക്ഷൻ നമുക്കൊരു പക്ഷെ ചുമ്മാ ഇങ്ങനെ വായിച്ചു വിട്ടാൽ നമുക്ക് മനസ്സിലായെന്ന് വരത്തില്ല. ആരെങ്കിലും ഒന്ന് വീഡിയോ കാണുകയോ അല്ലെങ്കിൽ ആരെങ്കിലും പറയുന്നത് കേട്ടാൽ മാത്രമേ നമുക്ക് നമ്മുടെ സ്വന്തം വർക്കിൽ എഴുതാൻ വെക്കാൻ വേണ്ടി പറ്റുള്ളൂ. ടോപ്പിക് വൈസ് പറഞ്ഞതേ ഉള്ളൂ.
അതായത് ഇതിൻ്റെ അകത്ത് നമുക്ക് മെമ്മറി മാനേജ്മെന്റ് ആണ് നമുക്ക് മെയിൻ ആയിട്ട് പഠിക്കാനുള്ളത്. ഇതിനകത്ത് ഇതെല്ലാം നമുക്ക് എളുപ്പമാണ്. അഡ്രസ് സ്പേസ്, API, അഡ്രസ് ട്രാൻസ്ലേഷൻ എക്സാമ്പിൾ ആണ്, റീലൊക്കേഷൻ രജിസ്റ്റർ, സെഗ്മെന്റേഷൻ, ദെൻ പേജിങ്, വെർച്വൽ മെമ്മറി കൺസെപ്റ്റ്. ഇവിടെ ആകെ ഒരു ഇച്ചിരി ടഫായിട്ട് ഫീൽ ചെയ്യുന്നത് ഇത് മാത്രമേ ഉള്ളൂ. TLB സ്ട്രക്ചർ, റെഡ്യൂസിങ് ദ പേജ് ടേബിൾ സൈസ്, അതൊരു ഇച്ചിരി പ്രോബ്ലമാറ്റിക് ആയിട്ട് വരും. പിന്നെ ഇവിടെ ഉണ്ട് കേട്ടോ പേജ് റീപ്ലേസ്മെന്റ് അൽഗോറിതംസ് ഉണ്ട് കേട്ടോ. നമ്മൾ CPU ഷെഡ്യൂളിംഗ് അൽഗോറിതംസ് പഠിച്ച പോലെ തന്നെ അൽഗോറിതം ഇവിടെയും ഉണ്ട്. അതുകൊണ്ട് ആ ഒരു സെക്ഷനകത്ത് നമുക്ക് പ്രോബ്ലം പഠിച്ചു കഴിഞ്ഞാൽ സുഖമായിട്ട് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. OSന്റെ പ്രത്യേകത എന്താണെന്ന് അറിയാമോ? എല്ലാ മൊഡ്യൂളിലേക്കിടെയും പ്രോബ്ലം ഉണ്ട്. ഓക്കെ, ആദ്യത്തെ മൊഡ്യൂളിനകത്ത് ആ CPU ഷെഡ്യൂളിംഗ് അൽഗോറിതംസ് പഠിച്ചിട്ടുണ്ടല്ലോ, എന്തായാലും നമുക്ക് ഒരു എസ്സേയിൽ ഒരു സെക്ഷൻ സുഖമായിട്ട് കിട്ടും. അതുപോലെ തന്നെ രണ്ടാമത്തെ മൊഡ്യൂളിനകത്ത് ബാങ്കേഴ്സ് അൽഗോറിതം പഠിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് കയറാൻ പറ്റും. മൂന്നാമത്തെ മൊഡ്യൂളിലെ പേജ് റീപ്ലേസ്മെന്റ് അൽഗോറിതം പഠിച്ചാൽ കയറാൻ പറ്റും. നാലാമത്തെ മൊഡ്യൂളിൽ ഡിസ്ക് ഷെഡ്യൂളിംഗ് അൽഗോറിതം പഠിച്ചാലും നമുക്ക് 4 മൊഡ്യൂളിലും പ്രോബ്ലം ഉണ്ട്. പ്രോബ്ലം പഠിച്ചു കഴിഞ്ഞാൽ അഡ്വാൻറ്റേജ് നമുക്ക് മാർക്ക് കുറയില്ല എന്നുള്ളതാണ്. ഓക്കെ, ഫുൾ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. തീരെ നമ്മൾ എത്രമാത്രം വലിച്ചു വാരി എഴുതി വെച്ചാലും അറ്റ്ലീസ്റ്റ് എത്ര മാക്സിമം പെർഫെക്റ്റ് ആയിട്ട് എഴുതി വെച്ചാലും ഞങ്ങൾക്ക് 1 മാർക്ക് തിയറിക്ക് കുറയ്ക്കും. ഓക്കെ, പക്ഷെ പ്രോബ്ലം ആണോ ഫുൾ മാർക്ക് നമ്മൾ ഇട്ടിരിക്കും. അതാണ് പ്രോബ്ലം എഴുതി വെച്ചാലുള്ള അഡ്വാൻറ്റേജ്. ഇതിനകത്ത് എല്ലാം എളുപ്പമാണ് കേട്ടോ, വലിയ കാര്യമായിട്ടൊന്നുമില്ല. നമ്മൾ ഈ സെക്കൻഡ് മൊഡ്യൂളിൽ പഠിക്കുന്ന അത്ര ടഫ് ഒന്നും അല്ല ഇത്. ഓക്കെ, അപ്പൊ എന്നാ അടുത്ത ക്ലാസ്സിൽ എടുക്കാം അല്ലേ.